ജിയാങ്ങും അവന്റെ അനിയനും കൂടി എന്തോ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഫ്ലൈറ്റ് ട്രയൽ റൂമിൽ അവിടെ ഇരുന്നുകൊണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജിയാങ്ങിന്റെ മൂഡ് ഇപ്പൊ ഒട്ടും ശരിയല്ല. അവനക്ക് എന്തോ പേടിയുണ്ട്. അവനും കൂടി ആയിരുന്നല്ലോ ആ ഫ്ലൈറ്റ് ഓടിച്ചിരുന്നത്. അവൻ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് സിയാവാണെന്ന് വെച്ചാൽ വളയ്ക്കാണ് ചെയ്തത്. അപ്പൊ സിയാവ് ചെയ്തതാണോ ശരി, അവൻ ചെയ്യാൻ പറഞ്ഞതാണോ ശരി എന്ന് പോലും ജിയാങ്ങിന് വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ജിയാങ്ങിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അളിയനാണെന്ന് വെച്ചാൽ പറയാണ്, നിങ്ങളാണ് അവളെക്കാളും കൂടുതൽ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആള്. അപ്പൊ എന്തായാലും നിങ്ങൾ പറഞ്ഞത് മാത്രമായിരിക്കും ശരി എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. മാനേജർ നീ ഇപ്പൊ ആ ആക്സിഡന്റ് പറ്റിയ ഫ്ലൈറ്റിന് എല്ലാം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കാണ്. മെയിൻ ആയിട്ട് ടയറിനല്ല പ്രോബ്ലം പറ്റിയേക്കണം. അപ്പൊ ടയർ ഫുള്ള് മാറ്റണമെന്ന് കമ്പനി പറഞ്ഞിട്ടുള്ള കാരണം അവർ ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. മാനേജർ നീ എല്ലാവരെയും വിളിച്ച് അതൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് സിയാവോടേക്ക് വരുന്നത്. സിയാവ് അപ്പൊ വന്നിട്ട് മാനേജർ നീനോട് ഞാൻ ക്യൂ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോൾ മാനേജർ നീക്ക് ക്യൂ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. അവൾ ഉദ്ദേശിച്ചത് ആ ഫ്ലൈറ്റിനെ ആയിരുന്നു. ആ ഫ്ലൈറ്റിന്റെ പേരെന്തോ ക്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. സംഭവം മാനേജർ നീക്ക് അറിയായിരുന്നു സിയാവ് ചെയ്തതാണ് തെറ്റ്, അവിടെ വളയ്ക്കേണ്ടതില്ലായിരുന്നു, ബ്രേക്ക് പിടിച്ചാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാനേജർ നീ പറയാണ്, എന്തായാലും നീ ആ ടൈമിൽ വളച്ചത് നന്നായി, അതുകൊണ്ട് ഇപ്പൊ ടയറിന് മാത്രമേ പ്രോബ്ലം ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാം നശിച്ചു പോയേനെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ സിയാവോക്ക് അത് നല്ലോണം മനസ്സിലായി. അവള് പറയാണ്, നിങ്ങൾ ആൾക്കാരെ സമാധാനിപ്പിക്കാൻ എന്തായാലും നല്ലൊരു കഴിവുള്ള മനുഷ്യനാ, എന്തായാലും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും ചെയ്തത് തെറ്റാണോ അല്ലേ എന്നൊന്നും എനിക്കറിയില്ല, അത് ഇന്ന് മീറ്റിങ്ങിൽ ശരിക്കും അറിയാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. സിയാവാണെന്ന് വെച്ചാൽ അവിടുത്തെ വർക്കേഴ്സിനോടൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. കാരണം ഇവള് കാരണമാണ് അവർക്ക് ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യേണ്ട വന്നതെന്ന് വിചാരിച്ചിട്ട് അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് ഒരാളുടെ കണ്ണാട പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി അവളുടെ ഡ്രസ്സിൽ തന്നെ തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് മാനേജർ നീക്കി അവളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നാണ്. യോഹാനെയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ ഷിയാസി മാനേജർ റൈഡ് എടുത്ത് അവളാണ് ക്യാബിൻ തുറന്നിട്ടേന്നുള്ള കാര്യം പറയാനായിട്ട് പോവാണ്. ഷിയാസി ആകെ മൂഡൌട്ടാണ്, അവളാകെ വാടിക്കൊഴഞ്ഞാണ് പോകുന്നത്. യഹാൻ എന്ന് വെച്ചാൽ അവളെ കുറേ മോട്ടിവേറ്റ് ചെയ്ത് നീ വിഷമിക്കേണ്ട, എന്തായാലും പോയി പറയാന്ന് പറഞ്ഞിട്ട് അവളെ മാനേജർ ഐഡ റൂമിലേക്ക് വളരെ കഷ്ടപ്പെട്ട് പറഞ്ഞയക്കുന്നുണ്ട്. ജിയാങ്ങനെന്ന് വെച്ചാൽ അവൻ പറഞ്ഞതാണോ ശരി എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ ഫ്ലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുന്നിലായിട്ട് വേറൊരു ഫ്ലൈറ്റ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജിയാങ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നുണ്ട്. അപ്പം തന്നെ ഒരു ആക്സിഡന്റ് പറ്റാതെ പ്ലെയിൻ എന്ന് വെച്ചാൽ അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പൊ ജിയാങ്ങിന് മനസ്സിലാവാണ് സിയാവോ ചെയ്തതായിരുന്നു തെറ്റ്, വളച്ചത് കൊണ്ടാണ് ഇപ്പൊ ടയറൊക്കെ ചീത്തായത്, അല്ലെങ്കിൽ ടയറിനൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് ഫ്ലൈറ്റ് എന്തായാലും അവിടെ ബ്രേക്കായി നിന്നേനെ. അതാലോചിച്ചിട്ട് ജിയാങ്ങിന് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഈ ആക്സിഡന്റ് പറ്റിയതിനെ സംബന്ധിച്ച് ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിലാണെന്ന് വെച്ചാൽ ഇതിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവനും സമാധാനം പറയണം. ജിയാങ്ങിനെ അപ്പോൾ പറയാലോ അവൻ ബ്രേക്ക് പിടിക്കാൻ പറഞ്ഞതാണ്, എന്നിട്ട് സിയാവോ ഇങ്ങനെ ചെയ്തതാണെന്നുള്ളത്. അതാലോചിച്ചിട്ട് അവനക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. നാങ്തിങ്ങിന്റെ സമാധാനം മുഴുവൻ സിയാവോ കാരണം നഷ്ടപ്പെട്ടിരുന്നത്. അവനാണെന്ന് വെച്ചാൽ സംസാരിക്കാനായിട്ട് ആ സൈനെ വിളിക്കുന്നുണ്ട്. സൈ അവന്റെ മാസ്റ്റർ ആണല്ലോ, അവനോട് സംസാരിക്കുമ്പോൾ നാങ്തിങ്ങിന് എന്തോ ആശ്വാസം പോലെ തോന്നുന്നുണ്ട്. പക്ഷെ സൈയും ആ ടൈമിൽ ചോദിക്കുകയാണ്, എനിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നിയത്, നീ ആ റൂൾസ് ഒക്കെ തെറ്റിച്ച് അവളെ പോയി രക്ഷിച്ചപ്പോ എന്ന് പറയുമ്പോൾ നാങ്തിങ്ങും അവൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ സൈ അത് വിശ്വസിക്കാതെ നീ എല്ലാവരെയും വേണമെങ്കിൽ ആ മറുപടി പറഞ്ഞ് പറ്റിച്ചു, പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ പറയണ്ട, എന്നെ പറ്റിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ്. അതിന് ഒരു മറുപടി നാങ്തിങ് കൊടുക്കുന്നില്ല. അത് സൈക്കാണെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അവൻ തുറന്നടിച്ച പോലെ ചോദിക്കുകയാണ്, നീയും യഹാനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, നീ അവളെ ഓവറായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, പിന്നെന്തിനാ നിനക്ക് സിയാവോനോട് ഇത്ര ഇംപ്രഷൻ എന്ന് ചോദിക്കുമ്പോൾ നാങ്തിങ് ഭയങ്കരമായിട്ട് റൂഡായിട്ട് തന്നെ പറയാണ്, യഹാനായിട്ട് ഞാൻ ചെറുപ്പം മുതലേ ഒന്നിച്ച് വളർന്നതാ, അവളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല, എനിക്ക് അവളോട് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഇല്ല എന്ന് പറയാണ്. അപ്പൊ സിയാവോനോട് ഒന്ന് സൈ ചോദിക്കുമ്പോൾ അവളും എൻ്റെ സ്റ്റുഡൻറ്റ് മാത്രം അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് നാങ്തി പറയുന്നുണ്ടെങ്കിലും അതിലൊരു കോൺഫിഡൻസ് ഇല്ലാതെ പറച്ചിൽ പോലെ സൈക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് സൈ പറയാണ്, യഹാനായിട്ട് നീ തുറന്ന് സംസാരിക്കുന്നത് എന്തായാലും നന്നായിരിക്കും, കാരണം ഒരു ഗ്രാജുവേറ്റ് ആയിരുന്ന അവള് എയർ ഹോസ്റ്റസിൻ്റെ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശം നീയാണെന്ന് എല്ലാവർക്കും നല്ല ഡൗട്ടും ഉണ്ട്, അതുകൊണ്ട് നീ അവളോട് തുറന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കണം എന്ന് പറയുമ്പോൾ നാങ്തിങ്ങും എനിക്കും അത് മനസ്സിലായി അവളെ പെരുമാറ്റത്തിൽ നിന്നും പിന്നെ അവൾ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തിൽ നിന്നും, എന്തായാലും ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ഇവരവരുടെ ചർച്ച നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൈ പറയുന്നുണ്ട്, നീ നിന്നോട് എന്നെ ചോദിച്ചു നോക്കുന്ന നിനക്ക് സിയാവനോട് ശരിക്കും എന്താ ഫീലിങ്സ് എന്ന്. രാത്രി നാങ്തിങ് എന്നത്തെയും പോലെ കൃത്യസമയത്ത് തന്നെ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ട്. എല്ലാ ദിവസവും എല്ലാത്തിലും കൃത്യനിഷ്ഠതയുള്ള നാങ്തിങ്ങിനാണെന്ന് വെച്ചാൽ ഇന്ന് കിടന്നിട്ട് ഉറക്കേ വരുന്നില്ല. അവനാണെന്ന് വെച്ചാൽ സിയാവോ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനക്ക് ഉറക്കം വരാതെ അവൻ ആ പാതിരാത്രി ചെന്നിരുന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട്. നാങ്തിങ്ങിന് എന്ത് ടെൻഷൻ വന്നാലും അവൻ അപ്പം തന്നെ ഓടാനോ ചാടാനോ എക്സസൈസിനോ പോയി. അങ്ങനെ പിറ്റേ ദിവസം നാങ്തിങ്ങിന്റെ റൂമിലേക്ക് സോങ്സാങ്ങിനെ വിളിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് വെച്ചാൽ സിയാവോനോട് മീറ്റിങ്ങിന് റെഡി ആയിക്കോളാൻ പറയാനാണ്. ശരിക്കും നാങ്തിങ്ങിന് ഇത് സിയാവോനോട് ഡയറക്റ്റ് പറഞ്ഞാൽ മതി, പക്ഷെ അവനക്കെന്ന് വെച്ചാൽ ഇപ്പൊ അവന്റെ ഉള്ളിൽ തന്നെ എന്തോ ഫീലിങ്സ് ഒക്കെ തോന്നി തുടങ്ങിയ കാരണം പോരാത്തതിന് സിയാവോക്കും അവനോട് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് അവനക്ക് അറിയായിരുന്നു. അത് കാരണം സോങ്സോങ്ങിനെ ഒരു ഇടനിലക്കാരനായിട്ട് ചെയ്യാമെന്ന് അവൻ വിചാരിക്കായിരുന്നു. പക്ഷെ നാങ്തിങ് ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. എല്ലാം ശ്രദ്ധിക്കുന്ന നാങ്തിങ് ആണെന്ന് വെച്ചാൽ നോട്ടീസ് ബോർഡിൽ ഈ കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും എല്ലാവരുടെ ഫോണിലേക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ടെന്നും ഉള്ള കാര്യം
ശ്രദ്ധിക്കാതെയാണ് സോങ്സോങ്ങിനെ വിളിപ്പിച്ചത്. അത് സോങ് നാങ്തിങ്ങിനോട് പറയുമ്പോൾ നാങ്തിങ്ങും ആകെ വെപ്രാളത്തോടുകൂടി അവർക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാവാതെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ സോങ്സോങ്ങിനെ പറഞ്ഞയക്കുന്നതിൻ്റെ ഇടയിൽ സിയാവോന്റെ ആ ഒരു കോ പൈലറ്റിന്റെ ബാഡ്ജ് നാങ്തിങ്ങിന്റെ കയ്യിൽ പെട്ടായിരുന്നു. കാരണം അന്ന് നാങ്തിങ്ങിന്റെ ഷർട്ട് ഒരു സിയാവോ കിട്ടില്ല. ആ ടൈമിൽ അത് സോങ്സോങ്ങിന്റെ കയ്യിൽ തന്നെ കൊടുത്തയക്കുന്നുണ്ട്. സിയാവോന് സോങ്സോങ് ഇത് കൊണ്ട് കൊടുത്തതും ഇത് നാങ്തിങ്ങിനെ എനിക്ക് നേരിട്ട് തന്നെ തന്നൂടെ, എന്തിനാ നിന്റെ കൊടുത്തയച്ചെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോങ്സോങ്ങിന് പക്ഷെ ഡൗട്ട് ആവുന്നത് സിയാവോ വീണ്ടും നാങ്തിങ്ങിനോട് പ്രശ്നം ഉണ്ടാക്കിയോ എന്നാണ്. സിയാവോ എന്ന് വെച്ചാൽ കോ പൈലറ്റിന്റെ ബാഡ്ജ് അവൾക്ക് കൊണ്ട് കൊടുത്ത കാരണം അവളെ ഫ്ലൈറ്റിൽ നിന്ന് രക്ഷിച്ചോ കാരണം നാങ്തിങ്ങിന് എന്തോ ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് സോങ്സോങ്ങിന്റെ കയ്യിൽ കൊടുത്തയക്കുന്നുണ്ട്. നാങ്തിങ് അത് വേണ്ടാന്ന് പറഞ്ഞ് കുറെ നിരസിക്കാൻ നോക്കിയെങ്കിലും സോങ്സോങ്ങും ഞാനും ഇത് തിന്നൂല, എനിക്കും വേണ്ട, പക്ഷെ നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യണത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നാങ്തിങ്ങിനെ കൊണ്ട് തന്നെ അത് കഴിപ്പിക്കാൻ നോക്കാം. അങ്ങനെ നാങ്തിങ് അത് കഴിക്കാന്ന് സമ്മതിക്കുകയാണ്. മാനേജർ ആണെന്ന് വെച്ചാൽ ഷിയാസി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മാനേജർ അതിനേക്കാളും മേലെയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ആണെന്ന് വെച്ചാൽ ഷിയാസിക്ക് എന്ത് പണിഷ്മെന്റ് ആണ് കൊടുക്കാന്നുള്ളതിന് മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലാണെന്ന് വെച്ചാൽ എല്ലാ എയർ ഹോസ്റ്റസും ഉണ്ടായിരുന്നു. ഓൾറെഡി ഷിയാസിൻ്റെ ആണെന്ന് വെച്ചാൽ അവിടെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു, ആ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ആകെ മാനേജർ ആയിയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഷിയാസിനെ ഇപ്പോൾ ഈ മേഖലയ്ക്ക് തിരഞ്ഞെടുത്തത്. അതിൻ്റെ പേരിൽ മാനേജർ ആയിക്കും കുറേ ചീത്തയേക്കുന്നുണ്ട്. ഇത്ര നാൾ നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ച മാനേജർ ആയിക്ക് ഒരു റോങ് മാർക്ക് ഷിയാസി കാരണം വരാൻ പോകുന്നു എന്നൊക്കെ ആ മേലുദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അങ്ങനെ ഷിയാസിനെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് നീ വേറെ വല്ല പണിക്കും പൊക്കോ എന്ന് പറഞ്ഞയക്കുമ്പോൾ മാനേജർ ആയിക്ക് അവളോട് എന്തോ ഒരു പാവം തോന്നിയിട്ട് അവള് ഷിയാസിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാണ്. ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിച്ചിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്താൽ പോരെയെന്ന് മാനേജറായി ചോദിക്കുമ്പോൾ അത് കൺസിഡർ ചെയ്തുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ പറയാണ് ഷിയാസിക്ക് ഒരു മന്തും കൂടി ചാൻസ് കൊടുക്കുക, ആ ഒരു മാസത്തിനുള്ളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവളെ പറഞ്ഞയക്കുന്ന പറയാം. അത് സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ ഉദ്യോഗസ്ഥരൊക്കെ പോകുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥരൊക്കെ പോയി കഴിഞ്ഞതും ഷിയാസി കരഞ്ഞുകൊണ്ട് മാനേജർ അതിനോട് കുറേ സോറി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഗൗരവത്തോടെ തന്നെ മാനേജറായി ഞാനിപ്പോൾ നിനക്ക് ഫേവറായിട്ടൊന്നും ചെയ്തൊന്നും നീ വിചാരിക്കേണ്ട, ഒരു ചാൻസ് അല്ല എൻ്റെ സ്റ്റുഡൻറ്റിലെ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങി തന്നെ, അതെനിക്ക് നിന്നിൽ പ്രതീക്ഷ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി മാനേജറായി അവിടെ നിന്ന് പോകുന്നുണ്ട്. ബാക്കിയുള്ള എയർ ഹോസ്റ്റസ് എന്ന് വെച്ചാൽ ഷിയാസിനെ വന്ന് കുറേ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിൽ ആ കുശുമ്പുള്ള എയർ ഹോസ്റ്റസ് ഇല്ലേ, അവളെന്ന് വെച്ചാൽ പറയാണ് പോട്ടെ ഷിയാസി നീ കരയണ്ട, എന്തായാലും നിനക്ക് അർഹതയില്ലാത്ത ജോലിയല്ലത്, നീ ഇത് വിട്ടിട്ട് വേറെ വല്ല പണിക്ക് പൊക്കോ എന്ന് ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പുച്ഛിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് കേട്ടതോടുകൂടി ഷിയാസിക്ക് ആകെ സങ്കടമായിട്ട് അവൾ യാഹാൻ്റെ മുന്നിൽ കരച്ചിലാണ്. അവൾ പറഞ്ഞ് ശരിയാ ഞാൻ ഇതിലൊട്ടും അർഹതയില്ല, എനിക്ക് എപ്പോഴും ലോ ലെവൽ തന്നെ കിട്ടാറ് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കണ്ടിട്ട് യാഹാൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ കരയല്ലേ പോട്ടെ, അതൊന്നും സാരില്ല, നിന്നെക്കൊണ്ട് ശ്രമിച്ചാൽ എന്തായാലും നല്ല നിലയിൽ എത്താൻ പറ്റും, വായോ നീ കരയല്ല, നിനക്ക് ഞാൻ ബാർബിക്യൂ വാങ്ങിത്തരാന്നൊക്കെ യാഹാൻ പറയുന്നുണ്ടെങ്കിലും ഷിയാസി കരച്ചിൽ നിർത്തുന്നേ. ഇതുപോലെ തന്നെ ഇപ്പോൾ സിയാവോനുള്ള മീറ്റിംഗും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റനായ ജിയാങ്ങും സിയാവും അവിടെ ഇരുന്ന് എന്താണ് ശരിക്കും നടന്നത് എന്ന് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിയാങ് എന്ന് വെച്ചാൽ സിയാവോനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ കോ പൈലറ്റിനോട് പറഞ്ഞതാണ് ബ്രേക്ക് പിടിക്കാൻ, പക്ഷെ അവള് ഡൈവേർട്ട് ചെയ്തെടുത്ത്, അത് കാരണം നമ്മളെ ഫ്ലൈറ്റ് ഡിപ്പാർട്ട്മെന്റിന് ഇത്രക്കും നഷ്ടം വന്നതെന്നൊക്കെ പറയുമ്പോൾ സിയാവോ ജിയാങ്ങിന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടുകൂടി നോക്കുന്നുണ്ട്. പക്ഷെ സിയാവോ എന്ന് വെച്ചാൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവള് പറയാണ് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒന്നും പറ്റാതെ ആകെ ടയറിന് മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, പാസഞ്ചേഴ്സ് ആർക്കും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തത് ശരി തന്നെയാണെന്ന് അവൾ പറയാണ്. അഥവാ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രേക്ക് നിൽക്കാതെ ആ പ്ലെയിനിന് ഇടിച്ചാൽ അവിടെ ഒരു ഫയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. അതിന് എതിർത്തുകൊണ്ട് ചെയ്യാൻ പറയാണ്. അപ്പം നീ ക്യാപ്റ്റൻ്റെ അറിവുകളൊക്കെ ഒന്നല്ല എന്നാണോ പറയുന്നത്, എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ട്രയൽ ഫ്ലൈറ്റ് നടത്തിയിരുന്നില്ലേ ചെയ്യാൻ, അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാട്ടിക്കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവാണ് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ നിൽക്കുമായിരുന്നു. സിയാവോ ക്യാപ്റ്റൻ്റെ വാക്ക് കേൾക്കാതെ വളച്ചെടുത്തോണ്ടാണ് ഇപ്പൊ നാശങ്ങളൊക്കെ വന്നതെന്നും മനസ്സിലാവാണ്. പക്ഷെ സിയാവോ പറയാണ് ജിയാങ് ആ കമന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ ഫ്ലൈറ്റ് ഒന്ന് തിരിച്ചേർന്നു എന്ന് പറഞ്ഞ് അവള് വോയിസ് റെക്കോർഡ് കേൾപ്പിക്കുന്നുണ്ട്. അതായത് കോപ്പിറ്റിയിലുള്ള വോയിസ് റെക്കോർഡ് കേൾപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് നാങ്തിങ് റെക്കോർഡ് ചെയ്ത മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജിയാങ് ബ്രേക്ക് പിടിക്കുക എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ സിയാവോ എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് വളച്ചെടുക്കുകയാണ് ചെയ്തത്. അതായത് ജിയാങ്ങിന്റെ ഉത്തരവ് കേൾക്കാതെയാണ് സിയാവോ അത് വളച്ചത്. അപ്പൊ സിയാവിന്റെ ഭാഗത്ത് കുറ്റങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു വരുത്തുമ്പോൾ പക്ഷെ അതൊന്നും എവിഡൻസ് അല്ല എന്ന് പറഞ്ഞ് സൈ പറയാണ് ഇനിയിപ്പോൾ എന്തായാലും സിയാവോക്ക് ഒരു മാസം സസ്പെൻഷനാണ്, അത് കഴിഞ്ഞിട്ട് കയറാൻ പറ്റുള്ളൂ, പിന്നെ ഇതിൻ്റെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമെന്ന് പറഞ്ഞിട്ട് ആ കമ്മിറ്റി പിരിച്ചുവിടാണ്. അങ്ങനെ സിയാവോ ഭയങ്കര വിഷമത്തോടുകൂടി പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് യഹാനും ഷിയാസിയും വരുന്ന കാണുന്നുണ്ട്. ഷിയാസിയാണെന്ന് വെച്ചാൽ സിയാവോനെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. യഹ വന്ന് സിയാവോനോട് ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് വിവരങ്ങൾ തിരക്കുന്നുണ്ട്. സിയാവോ ഷിയാസിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി എന്തോ പറയാനായിട്ട് അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ കറക്റ്റ് ടൈമിൽ നാങ്തിങ് അവിടേക്ക് വന്ന് സിയാവോനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഷിയാസിനെയും യഹാനെയും അവിടെ
നിന്ന് പറഞ്ഞേക്കുന്നു. നാങ്തിങ്ങും സിയാവും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നാങ്തിങ് സിയാവിനെ കുറ്റപ്പെടുത്തിയൊന്നും പറയുന്നില്ല. പക്ഷെ പറയാണ്, നീ ഇതെല്ലാം അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് ട്രയൽ ഫ്ലൈറ്റ് നടത്തിയിട്ട് നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാന്ന് പറയാണ്. സിയാവും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നാങ്തിങ് അവിടെ നിന്ന് പോയപ്പോഴാണ് മാനേജർ ആയി ആ വഴി വരുന്നത്. സിയാവോ കണ്ടത്. സിയാവോ ഓടി ചെന്ന് മാനേജർ ആയിനോട് ഷിയാസിന്റെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. മാനേജർ ആയിയും നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അപ്പൊ സിയാവോ ഭയങ്കര സങ്കടത്തോടുകൂടി അവളെ നന്നായിട്ട് നോക്കണം, മാനേജറായി വിചാരിച്ചാൽ അവളെ നല്ലൊരു പ്രൊഫഷണലാക്കാൻ പറ്റും, അതുകൊണ്ട് നന്നായിട്ട് തന്നെ നോക്കണം എന്ന് പറയുമ്പോൾ മാനേജറായും ഞാൻ എന്തായാലും അവളെ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ലൂച്ചോ എയർപോർട്ടിലാണെന്ന് വെച്ചാൽ ഇപ്പൊ മീഡിയക്കാരോട് നിറഞ്ഞേക്കാണ്. കാരണം ആ സിനിമ നടന് പരിക്ക് പറ്റിയില്ല. ലൂച്ചോ എയർപോർട്ടിന്റെ ക്യാപ്റ്റന്റെ ഭാഗത്ത് നിന്ന മിസ്റ്റേക്ക് കൊണ്ടാണെന്നാണ് ഇപ്പൊ എല്ലായിടത്തും പ്രചരിച്ചേക്കുന്നത്. ആ സിനിമ നടനും പോസ്റ്റ് ചെയ്തേക്കുന്ന അവന്റെ കഴുത്തുളുക്കാനുള്ള കാരണം ക്യാപ്റ്റൻ ആണെന്ന് ആയിരുന്നു. കറക്റ്റ് ഈ ടൈമിൽ തന്നെ ജിയാങ് അവിടെ കാറും കൊണ്ട് വരുന്നുണ്ട്. ജിയാങ് ഈ മീഡിയയുടെ പ്രസൻസ് ഒക്കെ കണ്ട് ആകെ അന്താളിച്ച് നിൽക്കാണ്. എല്ലാവരും പറഞ്ഞുണ്ടാക്കുന്നത് ജിയാങ്ങിന്റെ അശ്രദ്ധ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. പക്ഷെ ജിയാങ് എല്ലാവരും ഇത് ചെയ്തതെന്ന് അവൻ തുറന്ന് മീഡിയക്കാരുടെ മുന്നിൽ പറയാതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ കുറെ വ്ളോഗേഴ്സ് ഒക്കെ ഉള്ളത്, അതുകൊണ്ട് അവര് തന്നെ പറയട്ടെ എന്ന് പറഞ്ഞ് കാറ് റിവേഴ്സ് എടുത്ത് പിൻഭാഗത്ത് കൂടെയാണ് ജിയാങ് പുറത്തേക്ക് പോകുന്നത്. നാങ്തിങ് ജിയാവോണെന്ന് വെച്ചാൽ ഇപ്പൊ ട്രയൽ ഫ്ലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് അപ്പൊ എന്താണ് സംഭവിച്ചത്, ഫ്ലൈറ്റ് ആക്സിഡന്റ് ആവുന്നതിന് മുമ്പ് സംഭവിച്ചത് എന്താണോ ജിയാങ്ങും സിയാവും തമ്മിൽ, അത് തന്നെയാണ് ഇപ്പൊ നാങ്തിങ്ങും സിയാവോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ സിയാവോ ബ്രേക്ക് പിടിക്കുമ്പോൾ മുന്നിലൂടെ വന്ന ആ ഫ്ലൈറ്റിൽ ഇടിക്കാതെ തന്നെ അത് നിൽക്കുന്നുണ്ട്. അങ്ങനെ സിയാവിന് മനസ്സിലാവാണ് അവൾ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ ഒരു അപകടവും ഇല്ലാണ്ട് ഒരു നാശനഷ്ടവും ഇല്ലാണ്ട് സേഫ് ആവുന്നുള്ളത്. അതും കൂടി അറിഞ്ഞതോടുകൂടി സിയാവിന് ഭയങ്കരമായിട്ട് സങ്കടമാവാണ്. അവള് ഞാൻ തോറ്റു, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ നാങ്തിങ്ങിനോട് ട്രയൽ ഫ്ലൈറ്റിനുള്ള പൈസ ഞാൻ അയച്ചുതരാം, അത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് കൊടുക്കണ്ട, കമ്പനിക്ക് ഇപ്പൊ തന്നെ കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കാരണം ഇപ്പൊ കുറെ നഷ്ടങ്ങൾ ഉണ്ടായി, ജിയാങ് തന്നെയാണ് ശരി, ഞാൻ ചെയ്തതൊക്കെ തെറ്റാന്നും പറയുന്നുണ്ട്. നാങ്തിങ് എന്ന് വെച്ചാൽ അവളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, നീ ചെയ്തത് തെറ്റാണെന്ന് എനിക്കിത് ചെയ്യുന്നതിന് മുമ്പേ അറിയായിരുന്നു, അത് നിന്നെ നേരിട്ട് കാട്ടാൻ വേണ്ടിയാണ് ഞാൻ ട്രയൽ ഫ്ലൈറ്റ് വെക്കാന്ന് പറഞ്ഞത്. പിന്നെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഞാനും ഉറപ്പായിട്ടും വളച്ചെടുക്കൂ, കാരണം ബ്രേക്ക് എന്ന് വെച്ചാൽ അത്ര റിസ്കി ആയിട്ടുള്ള ഫാക്ടറാ, ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൽക്കുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല, അതുകൊണ്ട് ഞാനായിരുന്നെങ്കിലും വളച്ചെടുത്തേനെ എന്ന് പറയാണ്. അത് കേട്ടതും ഇത്ര നേരം മൂഡൗട്ടായിരുന്ന സിയാവോണെന്ന് വെച്ചാൽ ശരിയാണല്ലേ, അപ്പൊ ഞാൻ ചെയ്തത് ശരിയല്ലേ, അപ്പൊ ജിയാങ് പറഞ്ഞത് തെറ്റല്ല എന്ന് ചോദിക്കുമ്പോൾ നാങ്തിങ് ജിയാങ് പറഞ്ഞത് ഒരിക്കലും തെറ്റല്ല, ഇപ്പൊ കണ്ടില്ല നിന്നത് കണ്ടില്ല ഫ്ലൈറ്റ്, അതുകൊണ്ട് ജിയാങ് പറഞ്ഞത് ശരി തന്നെയാണ്, നീ അത് സമ്മതിച്ചേ പറ്റൂ എന്ന് പറയാണ്. പിന്നെ നമുക്ക് വാദിക്കാൻ പറ്റിയ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ജിയാങ്ങിന്റെ കമാൻഡ് വരുന്നതിന് മുമ്പ് തന്നെ വളച്ചു എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് എല്ലാ റെക്കോർഡിങ്സ് കൊടുത്തിട്ട് നീ അയാൾ അനുസരിക്കാതിരുന്നതല്ല കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഡീവിയേറ്റ് ചെയ്തു വരുത്തി തീർത്താൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയാണ്. സിയാവോന് ആ ടൈമിൽ നാങ്തിങ്ങിനോട് വല്ലാത്ത ഇഷ്ടം തോന്നിയിട്ട് അവൾ ഫ്രണ്ടിലെ കൈ വന്നിട്ട് നാങ്തിങ്ങിനോട് പറയാണ്, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണേന് പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോൾ നാങ്തിങ്ങിന് ഭയങ്കരമായിട്ട് നാണം വരുന്നുണ്ട്. പെട്ടെന്ന് നാണിക്കൊന്നും വേണ്ട, എന്തായാലും വാ നമുക്ക് പോവാം, ഞാൻ ചുമ്മാ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് സിയാവോ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നാങ്തിങ് എന്ന് വെച്ചാൽ ഒരു ചമ്മലോടുകൂടി സിയാവോന്റെ ബാക്കിലായും പോകുന്നുണ്ട്. ഷിയാസിയും യാഹാനും കൂടി തിരിച്ച് അവരുടെ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ സോങ്ങിന്റെ ഫ്ലാറ്റ് ആണെന്ന് വെച്ചാൽ അവരുടെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്തല്ലേ, അവനാണെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ പറക്കി പോവാനായിട്ട് നിൽക്കാണ്. യാഹാൻ നേരെ ചെന്ന് അവനോട് കാര്യം തിരക്കുമ്പോൾ സോങ്ങിന്റെ ഫ്ലാറ്റിൽ എന്തോ ഒരു പൈപ്പ് കണക്ഷന്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് അവിടെ മുഴുവൻ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം പോലെ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വീട് മാറാൻ പോവാ, എന്തായാലും ഇത് നന്നാക്കാൻ ഒരു മാസം ടൈം എടുക്കുന്ന ഹൗസ് റെന്റർ പറയുന്നത്, അതുകൊണ്ട് വാടകയ്ക്ക് വേറെ എവിടെയെങ്കിലും വീട് കിട്ടണമെന്ന് നോക്കണം എന്ന് പറഞ്ഞു. യാഹാനെന്ന് വെച്ചാൽ പറയാണ്, ഞങ്ങളുടെ റൂമിൽ ശരിക്കും 3 റൂമുണ്ട് ഷിയാസി, നമുക്ക് അതിലൊരെണ്ണം കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ സോങ്ങിന് കൊടുത്താലോ എന്ന് പറയുമ്പോൾ അത് ഇഷ്ടമില്ലാത്ത പോലെ ഷിയാസി ഞാൻ ഇന്ന് കുറെ ഫുഡ് കഴിച്ചു, കുറച്ച് ഗ്രീൻ ടീ കുടിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. സോങ്ങിന് അതിൽ ഭയങ്കരമായിട്ട് വിഷമമായിട്ട് നിൽക്കുമ്പോൾ യാഹാൻ നീ അത് ശ്രദ്ധിക്കണ്ട, അവൾക്ക് ഇന്ന് കുറച്ച് വിഷമമുണ്ടായി, ഭയോ നീ എന്തായാലും ഫസ്റ്റ് വന്ന് റൂം കാണാൻ പറഞ്ഞിട്ട് സോങ്ങിനെ കൂട്ടിക്കൊണ്ട് അവരുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. സോങ്ങിനെ റൂം എല്ലാം കണ്ടിട്ട് ഭയങ്കര ആർത്തി പോലെയായിരുന്നു. അവൻ അവിടെ കോടും ഇവിടെ കോടും, യാഹാൻ ഇതെന്തിനുപയോഗിക്കാന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വാ പൂട്ടാതെ. ഷിയാസിക്കാണെന്ന് വെച്ചാൽ ഇതൊന്നും ഇഷ്ടപ്പെടാതെ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ്. യാഹാൻ ബാൽക്കണി കാട്ടിക്കൊടുത്തിട്ട് അതാണ് നിന്റെ ബാൽക്കണി, അതിൽ പോയി നിനക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ സോങ്ങെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി അവിടെ പോയി നോക്കുന്നുണ്ട്. അപ്പൊ തന്നെ യാഹാൻ ഇതാണ് നിന്റെ റൂം എന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നുണ്ട്. സോങ് അപ്പോൾ അവിടെ ഓടി വരുന്നുണ്ട്. ആ റൂമിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഷിയാസിന്റെ യാഹാന്റെ സാധനങ്ങളായിരുന്നു. അവിടെ ഇപ്പോൾ ആരും താമസിക്കാത്തത് കൊണ്ട് ആ സാധനങ്ങളൊന്നും അവർ മാറ്റാത്തതാണ്. ഇനിയിപ്പോൾ നീ താമസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേഗം ഇത് മാറ്റി തരാമെന്നൊക്കെ യാഹാൻ പറയുന്നുണ്ട്. ഷിയാസി
ടൈമിലാണെന്ന് വെച്ചാൽ അവിടെ കയറ്റി കയറി വന്നിട്ട് കട്ടിലിരിക്കുന്ന സോങ്സിനെ മാറ്റി നിർത്തിയിട്ട് അവള് കട്ടിലിന്റെ അടിയിൽ നിന്ന് എന്തോ ഒന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. അത് കണ്ടിട്ട് സോങ്സ് ആണെന്ന് വെച്ചാൽ സങ്കടത്തോടുകൂടി ഇവനെ മൈൻഡ് ചെയ്യാതെ പോവല്ലേ. അത് കാരണം ഇങ്ങനെ സങ്കടത്തോടുകൂടി നിൽക്കുമ്പോൾ യഹാൻ നീ അത് കാര്യമാക്കണ്ട, നിന്നോടുള്ള ദേഷ്യമല്ല, അവൾക്ക് വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഷിയാസി പെട്ടെന്ന് അതെ നിനക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ എല്ലാവരും ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓരോരുത്തർക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഇതുമില്ല. പിന്നെ വേസ്റ്റ് കളയാനും ഇടക്കും തലക്കൊക്കെ എല്ലാവരും തന്നെ പോകണം. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ സോങ്സ് എനിക്ക് കുക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയാം, ഞാൻ കുക്ക് ചെയ്തോണ്ട് ഞാൻ ബനാന മിൽക്കൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഷിയാസി അതല്ല എൻ്റെ തിന്നണ സാധനങ്ങളിൽ ഒന്നും നീ തൊട്ട് പോകരുത്, അതെനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഷിയാസി അവിടെ നിന്ന് പോകുന്നുണ്ട്. സോങ്സ് എങ്ങനെയെന്ന് വെച്ചാൽ ഈ പെണ്ണിന് വട്ടാണോ എന്നുള്ള അർത്ഥത്തിൽ യഹാനെ നോക്കിയിട്ട് എന്തോ കാര്യമായിട്ട് തന്നെ പറ്റിയിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പോൾ യഹാനും ചിരിച്ചുകൊണ്ട് അവൾക്ക് വേറെ പ്രശ്നം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. സിയ പോണെന്ന് വെച്ചാൽ അവളുടെ ഫ്ലാറ്റിൽ വന്നിരുന്നിട്ടും അവൾക്ക് ഷിയാസിയുടെ കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അവൾ ഷിയാസിക്ക് നീ ഇപ്പം എന്ത് ചെയ്യാന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് ഷിയാസി കണ്ടോ എന്നൊന്നും അറിയില്ല, പക്ഷെ അവൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം സോങ് ഇങ്ങനെ ലൂച്ചോ എയർപോർട്ടിൽ നടക്കുമ്പോഴാണ് അവിടെ ക്യാൻറ്റീനിൽ എയർ ഹോസ്റ്റസിന്റെ ഡ്രസ്സ് ഇടാതെ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് യഹാൻ ഇരുന്ന് എന്തൊക്കെ എഴുതുന്നത് കാണുന്നത്. സോങ് നേരെ അവളുടെ അടുത്തേക്ക് പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് നീ എന്തിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ഇന്ന് നിനക്ക് വർക്കില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ യഹാൻ ഷിയാസി അവിടെ ഒറ്റയ്ക്ക് ഇരുത്തോട്ടെ എന്ന് വെച്ചിട്ടാ, ഞാനും കൂടി ഉണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. പിന്നെ നീ ഇന്ന് പോന്നപ്പോൾ ഷിയാസി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ സോങ് ഇല്ല പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല, അവൾ റൂമിൽ തന്നെ ആയിരുന്നു എന്ന് പറയാണ്. അപ്പോൾ യഹാൻ ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് സോങ്സ് പറയാണ് യഹാൻ നീ എത്ര നല്ലൊരു ക്യാരക്ടറിൻ്റെ ഉടമയാ, നീ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നീ സൂപ്പറാണ്, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പറയുമ്പോൾ യഹാന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാൻ കിട്ടുന്നില്ലേ. അവൾ സോങ്ങിൻ്റെ മുഖത്തേക്ക് നോക്കാതെ താഴേക്ക് തല കുനിച്ച് നിന്നിട്ട് ആണോ താങ്ക് യു എന്ന് പറയുന്നുണ്ട്. സോങ്സ് എങ്ങനെയെന്ന് വെച്ചാൽ എന്നാൽ എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ നേരമായി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് പകുതി എത്തുമ്പോൾ യഹാനെ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സോങ്സ് ഇപ്പോഴെന്ന് വെച്ചാൽ യഹാനോട് പ്രത്യേകിച്ചൊരു ഇഷ്ടം പോലൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് എവിടെ വരെ പോകുന്നു എന്തായാലും നോക്കണം. യാസി അവളുടെ വിഷമം തീർക്കാനായിട്ട് ഇപ്പോഴെന്ന് വെച്ചാൽ അവൾ ലൈവൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോണിൽ. അവൾ ഓൾറെഡി ലൈവൊക്കെ ഇട്ടുകൊണ്ടിരുന്നായിരുന്ന ആളാണ്, അവൾക്ക് നന്നായിട്ട് ഫാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഹോസ്റ്റസിൻ്റെ ഈ ജോലി തുടങ്ങിയ പിന്നെ അവളങ്ങനെ ലൈവിലൊന്നും പോകണുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഫാൻസിനാണെന്ന് വെച്ചാൽ അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഷിയാസി എന്ന് പറഞ്ഞ ഒരു ബഹിലിസാനല്ലേ, അവളുടെ ഓരോ ആക്ടിവിറ്റീസും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. സിയാവോണെന്ന് വെച്ചാൽ ഷിയാസിക്ക് മെസ്സേജ് അയച്ചത് നോക്കി അവളുടെ റിപ്ലൈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഷിയാസി ആണെന്ന് വെച്ചാൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന കാരണം അവൾ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഷിയാസി ഒരു ന്യൂഡിൽസ് ഒക്കെ എടുത്തിട്ട് ഇതാണ് ന്യൂഡിൽസ്, ഇത് എങ്ങനെ ഉണ്ടാക്കണേ ഞാനിപ്പോൾ പറഞ്ഞുതരാം, ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഷിയാസി ആ ലൈവിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുഴുകിയിരിക്കല്ലേ. അതിൻ്റെ ഇടയിൽ ഷിയാസിയുടെ എയർ ഹോസ്റ്റസിൻ്റെ യൂണിഫോമിൻ്റെ തൊപ്പിയൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് വലിച്ചെറിയുന്നത്. നേരെ വലിച്ചെറിയത് ആ യഹാൻ അത് കണ്ടുവരാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ്. കാരണം ഷിയാസി ആ ഒരു ഫീൽഡ് ഉപേക്ഷിച്ചു എന്ന് യഹാൻ വിചാരിക്കുകയാണ്. യഹാൻ ഭയങ്കര ദേഷ്യത്തോടുകൂടി നോക്കുന്ന കണ്ടിട്ട് ഷിയാസി അവൾ ലൈവ് കട്ട് ചെയ്തിട്ട് യഹാൻ്റെ അടുത്ത് വന്നിട്ട് നീ എന്താ ഇന്ന് ഭയങ്കര സന്തോഷമില്ലാത്ത പോലെ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ തൊപ്പി കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന യഹാൻ ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഷിയാസി ഓ ഇത് നിലത്ത് നീട്ടിയാണോ, ഇതിൽ ആവശ്യം പൊടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊടിയൊക്കെ തട്ടുന്നുണ്ട്. അപ്പോൾ യഹാൻ ചോദിക്കുകയാണ് നീ ശരിക്കും ഈ ഫീൽഡ് വിട്ടാ, നീ ഇങ്ങനെ ഒന്നല്ല എന്നോട് പറഞ്ഞ, നീ ഇപ്പം എന്താ വിധം മാറും ഷിയാസി, നീ ഇതിലെന്തായാലും വിജയിച്ച് കാണിക്കണം എന്നൊക്കെ യഹാൻ പറയുന്നുണ്ടെങ്കിലും ഷിയാസി ഞാനിതൊന്നും വിട്ടിട്ടില്ല, പക്ഷെ ഞാൻ എന്നാലും ഈ ലൈവും കൂടി പോകാന്ന് വെച്ചാൽ ലൈവൊക്കെ പോയി ഞാൻ ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ഹെയർ ഹോസ്റ്റസ് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ സാലറി വാങ്ങാൻ പറ്റും, ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ യഹാൻ ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് ഷിയാസിനെ പിടിച്ചൊരു സോഫയിൽ ഇരുത്തിയിട്ട് യഹാൻ പറയാണ് ഷിയാസി നീ എന്തായാലും ഈ ഫീൽഡ് വിടരുത്, നീ എനിക്ക് വാക്ക് തന്നല്ല, നീ എന്തായാലും നന്നായി ഇത് കാണിക്കുന്നു, നീ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് യഹാൻ വിഷമത്തോടുകൂടി സംസാരിക്കുമ്പോൾ ഷിയാസിക്കും സങ്കടം തോന്നിയിട്ട് ഷിയാസി പറയാണ് ഓക്കെ ഞാൻ ഈ ഒരു മാസം കൂടി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ നോക്കും, അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ഫീൽഡ് തുടരില്ല എന്ന് പറയുമ്പോൾ യഹാൻ നീ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവാണോ, നിനക്ക് എൻ്റെ ഒപ്പം നിൽക്കാൻ ഒരു ഇഷ്ടമില്ല എന്ന് ചോദിച്ചു ഷിയാസിനോട് ഇമോഷണലായി സംസാരിക്കുമ്പോൾ അതിൽ ഷിയാസി വീണ് പോവാണ്. ഇവരിങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് അവിടേക്ക് ഓടി സോങ് വരുന്നത്. സോങ് അവരുടെ ഫോൺ എടുത്ത് ഷിയാസിക്കും യഹാനും നിങ്ങൾ അറിഞ്ഞില്ലേ ഇപ്പോൾ സിയാഗോന് ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഇൻ്റർനെറ്റിൽ ഫുള്ള് അവളുടെ ചർച്ച, ആ സിനിമാ നടനില്ലേ അവൻ
അവൻ്റെ കഴുത്തെന്തോ ഉളുക്കിയതൊക്കെ ഷിയാസി കാരനാണെന്ന് പറഞ്ഞ് ആകെ വിപ്ലവമായേക്കാന്ന് പറഞ്ഞിട്ട് സോങ്സോങ്ങിൻ്റെ ഫോണിൽ വന്ന ന്യൂസൊക്കെ ഷിയാസിക്ക് എടുത്ത് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ആ ഇൻ്റർനെറ്റിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ സിയാവോൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇവള് കാരനാണ് ആ നടന് അപകടം പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിൻ്റെ അടിയിലുള്ള കമൻസ് ആണെന്ന് വെച്ചാൽ ആ നടന് ഫേവർ ആയിട്ടുള്ള കമൻസ് ആയിരുന്നു, അവൻ്റെ ഫാൻസ് ഒക്കെ അയച്ച കമൻസ് ആയിരുന്നു. ഇത് കണ്ട് ഷിയാസിക്കാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. അയ്യോ എൻ്റെ സിയാവോന് എന്താ പറ്റി, അവൾക്ക് എന്തെങ്കിലും ട്രബിൾ ഉണ്ടോ, എന്തായാലും ഞാൻ ഇതിനെതിരെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവളെന്ന് വെച്ചാൽ ഈ ഫോട്ടോക്ക് താഴെ വന്ന കമൻസിനൊക്കെ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സിയാവോന് ഫേവറായിട്ട് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോങ് എന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ഷിയാസിനോട് ഒന്ന് അറിയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനും ഫോൺ എടുത്ത് പോകുന്നുണ്ട്. ആ ടൈമിലാണ് യാഹാൻ ഓർക്കുന്നത് ആ സിനിമാ നടന് അപകടം പറ്റാനുള്ള കാരണം അവൻ തന്നെയായിരുന്നു എന്നുള്ള കാര്യം. കാരണം ഫ്ലൈറ്റ് ടൈമിൽ യാഹാൻ എന്ന് വെച്ചാൽ ആ സിനിമാ നടനോട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുമ്പോൾ അയാൾ ഇടാതിരിക്കുന്നില്ല, അതൊക്കെ യാഹാൻ ഓർക്കുന്നുണ്ട്. ഷിയാസിന്റെ റിപ്ലൈ ഒന്നും വരാത്ത കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് സിയാവോ കിടന്ന് ഉറങ്ങുന്ന ടൈമിലാണ് അവളുടെ ഫോണിലേക്ക് സോങ്ങിന്റെ മെസ്സേജ് വരുന്നത്. സോങ് അയക്കാണ്, നീ ഇന്റർനെറ്റിൽ ഓരോരുത്തർ പറയുന്ന കേട്ടൊന്നും വിഷമിക്കാനൊന്നും നിൽക്കണ്ട, നീ അത് കാര്യമൊന്നും വേണ്ട, നീ ഭയങ്കര ബോൾഡ് ആയിട്ടാണ് നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ്. കാര്യം ഈ സിയാവോന് ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇന്റർനെറ്റ് എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് സിയാവോ കാണുന്നത് അവൾക്കെതിരെ വന്ന കുറേ കമന്റ്സും അവളുടെ ഫോട്ടോസും. അപ്പം തന്നെ സിയാവോക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും എല്ലാം കൂടി ഒന്നിച്ച് വന്നിട്ട് ആ ഫോൺ എന്ന് വെച്ചാൽ വലിച്ചെറിയുന്നുണ്ട്. ഡാൻസിങ് എന്ന് വെച്ചാൽ രാത്രി ടൈം ആയിട്ടോ അവർക്ക് ഉറക്കം വരാതെ സിയാവോനോട് ആ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഓൺലൈനിൽ ഇങ്ങനെയൊക്കെ കാണണേന്നുള്ള വിവരം അറിയിക്കണ്ടേ, അത് പറയാനുള്ള മനസ്സ് വരാതെ അവൻ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞു, അതിൽ നിനക്ക് ഫേവറായിട്ടാണ് വന്നേക്കണത്, നീ ചെയ്തതിൽ തെറ്റില്ല, ക്യാപ്റ്റന്റെ നിർദ്ദേശം നീ കേൾക്കാഞ്ഞതല്ല എന്നാ വന്നേക്കുന്നത്, പക്ഷെ ഇന്റർനെറ്റിൽ നിനക്കെതിരെയാണ് എല്ലാ റിപ്പോർട്ടും കിടക്കുന്നത് എന്ന് പറഞ്ഞു ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അയക്കാൻ നാങ്തിങ്ങിന് ഒട്ടും മനസ്സ് വരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം സിയാവോണെന്ന് വെച്ചാൽ നാങ്തിങ്ങിന്റെ പോലെ തന്നെ ടെൻഷൻ വന്നുകൊണ്ട് അവൾ കുറെ ഓടുന്നുണ്ട്. ഇപ്പൊ ഏകദേശം നാങ്തിങ്ങിന്റെ വഴി തന്നെയാണ് സിയാവോ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാങ്തിങ് ചെയ്യുന്ന പോലെ തന്നെ അവൾ ഓടാൻ ശ്രമിക്കുന്നത്. ഇവൾ ഓടുന്ന ടൈമിലാണെന്ന് വെച്ചാൽ പിന്നെ കൂടെ നാങ്തിങ് കാറുമായി പോകുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും പരസ്പരം കാണുന്നേ ഇല്ല. സിയാവോണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഡീനെ കാണാനായിട്ട് വന്നേക്കണം, മാനേജർ ഡീനെ. അവള് ഫ്ലൈറ്റിന്റെ പണി ഏതുവരായി ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ അവളുടെ മൂടൊക്കെ ആകെ പോയായിരുന്നു. സിയാവോ ഈ ടൈമിൽ അവൾക്ക് വേറെ ഫ്ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അവള് സസ്പെൻഷനിലായിരുന്നില്ല. മാനേജർ നീയാണെന്ന് വെച്ചാൽ അവളോട് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരണ്ട, ഫ്ലൈറ്റിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് സിയാവോനെ പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷെ എത്ര പറഞ്ഞിട്ട് പോവാണ്ടിരുന്നു സിയാവോനെ കൊണ്ട്. മാനേജർ നീയാണെന്ന് വെച്ചാൽ അവരെപ്പോഴും പോകാറുള്ള ആ റെസ്റ്റോറൻറ്റില്ലേ അവിടേക്ക് പോകുന്നുണ്ട്. ഇവരെ കാണുമ്പോൾ തന്നെ അവിടുത്തെ വെയിറ്റർ ആണെന്ന് വെച്ചാൽ മാനേജർ നീ സിയാവോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. മാനേജർ നീ അപ്പം അത്ഭുതത്തോടുകൂടി സിയാവോനെ നോക്കിയിട്ട് നീ ഇവിടെ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിയാവോ ഞാൻ 1-2 വട്ടം വന്നിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ആ കട നടത്തുന്ന ആളാണെന്ന് വെച്ചാൽ മുന്നത്തെ ഒരു ക്യാപ്റ്റൻ ആയിരുന്നെന്നും അയാൾ ഭയങ്കരമായിട്ട് നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. പക്ഷെ എന്തോ ഒരു അസുഖം മൂലം ആ ജോലി പിന്നെ അവനക്ക് തുടരാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ആൽക്കഹോൾ ഇല്ലാതെ ഒരു ബാറ് പോലെ തുടങ്ങിയേക്കാന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ആ ക്യാപ്റ്റൻ അവിടേക്ക് വരുന്നുണ്ട്. മാനേജർ നീക്ക് മാത്രം കൊടുക്കാറുള്ള ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ട്, ആ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് അയാൾ വരുന്നത്. മാനേജർ നീക്കും സിയാവോനും ഈ സ്പെഷ്യൽ കേക്ക് അയാളെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചിട്ട് സിയാവോനെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട്. മാനേജർ നീ ഒരു എക്സ്ട്രാ പെർഫെക്റ്റ് മാൻ അല്ല, എല്ലാവരോടും നല്ല കരുണോടൊക്കെ കൂടി സംസാരിക്കുന്ന ആളാണ്. ഈ മാനേജർ നീയുടെ സബോർഡിനേറ്റ് ആണെന്ന് വെച്ചാൽ അതായത് താഴെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും മാനേജർ നീ ഇങ്ങനെ ഫുഡൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സിയാവോ പറയാണ് എന്തായാലും നിങ്ങളെ സബോർഡിനേറ്റിനൊക്കെ ഭയങ്കരമായിട്ട് ഭാഗ്യമുണ്ട്, നാങ്തിങ് നിങ്ങളെ കണ്ട് പഠിക്കണം എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാനേജർ നീ ആ ടൈമിലാണെന്ന് വെച്ചാൽ സിയാവോനെ തന്നെ ഭയങ്കര ഇഷ്ടത്തോടുകൂടി തന്നെ നോക്കിക്കുന്നുണ്ട്. ഇപ്പം ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞതിൻ്റെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കാണ്. ഫസ്റ്റത്തെ മീറ്റിംഗ് ആയിരുന്നു. അതിൽ ജിയാങ് ആണെന്ന് വെച്ചാൽ പറയാം ഇപ്പം ഇന്റർനെറ്റിലെ ന്യൂസൊക്കെ എല്ലാവരും കണ്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ ലൂച്ചോ എയർപോർട്ടിൽ ഫീമെയിൽ പൈലറ്റിന് എടുക്കാൻ പറ്റില്ല, ഇപ്പോൾ ഉള്ള പൈലറ്റ് തുടരണമൊന്നും നമുക്ക് ആലോചിച്ചിട്ടാണ് ചെയ്യണമെന്ന് പറയാണ്. പക്ഷെ നാങ്തിങ് അതിനെ എതിർത്തുകൊണ്ട് ഫീമെയിൽ പൈലറ്റിന് നമ്മുടെ അത്ര കഴിവില്ലാന്ന് ആരാ പറയുന്നത്, അവർക്കും നല്ല കഴിവ് തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫീമെയിൽ പൈലറ്റ് വേണം എന്നുള്ള രീതിയിൽ നാങ്തിങ് സംസാരിക്കുമ്പോൾ ജിയാങ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തായാലും ഒരു പെൺ പൈലറ്റ് നമ്മുടെ ലൂച്ചോ എയർപോർട്ടിൽ വേണ്ട, നമ്മുടെ ലൂച്ചോ എയർപോർട്ട് ഇപ്പം ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എയർപോർട്ടാണ്, അതുകൊണ്ട് തന്നെ കുറേ ടൈം വർക്ക് ചെയ്യുന്ന ഒരു നല്ല പൈലറ്റിനാണ് നമുക്ക് ആവശ്യം. ഈ ഫീമെയിൽ പൈലറ്റിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ പ്രഗ്നന്റ് ആയ അതിനുള്ള ലീവ്, മെറ്റർനിറ്റി ലീവ്, അങ്ങനെ കുറേ ലീവൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഫീമെയിൽ പൈലറ്റ് വേണ്ടാന്നും അതിനനുകൂലിക്കുന്ന ഒരു കൈ പൊക്കാനും പറയുമ്പോൾ എല്ലാവരും അവിടെ കൈ പൊക്കുന്നുണ്ട്. പക്ഷെ നാങ്തിങ്ങും സൈയും മാത്രം കൈ പൊക്കാതിരിക്കുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും മാത്രം കൈ പൊക്കാതിരുന്നുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. പിന്നെ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നാങ്തിങ്ങും സൈയും കൂടി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നാങ്തിങ് ഭയങ്കര റഷായിട്ട് സൈനോട് പറയാണ് ഇത് എവിടത്തെ നിയമം, ഫീമെയിൽ പൈലറ്റ് നമ്മുടെ എയർപോർട്ടിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ എന്തായാലും സൂനോട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സൈയും നീ സംസാരിച്ച് നോക്ക്, പക്ഷെ ഇത് നിലവിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എല്ലാവരുടെ ഒപ്പീനിയനും നീ കണ്ടല്ല, ജിയാങ്ങിന് ഫേവറായിട്ടാണ് എല്ലാവരും മറുപടി പറയുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് നാങ്തിങ് ഭയങ്കര വിഷമത്തോടുകൂടി ഇരിക്കുന്നു. വീണ്ടും നാങ്തിങ് ആണെന്ന് വെച്ചാൽ ആ മെസ്സേജ് തന്നെ സിയാവോനെ അയക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് അതിന് സമ്മതിക്കുന്നേ ഇല്ല. സിയാവോ പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ ചെവിട്ടിലേക്ക് ഇങ്ങനെ മൂളി കേട്ടോണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ക്യാപ്റ്റൻ ആവും, നിങ്ങൾ ഒരിക്കലും ഞാൻ
നിരാശപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിയാവിൻ്റെ ഡയലോഗ് ആലോചിച്ചുകൊണ്ട് നാങ്തിങ് ആ മെസ്സേജ് സിയാവിന് സെൻഡ് ചെയ്യുന്നില്ല. അവൻ നേരെ പോകുന്നത് അവൻ്റെ അമ്മയുടെ അടുത്തേക്കായിരുന്നു. ഇപ്പം അമ്മയുടെ അടുത്താണെന്ന് വെച്ചാൽ ടാബ്ലിൽ നിറച്ച് ഫുഡ് ഇരിക്കുന്നത് കണ്ടിട്ട് നാങ്തിങ്ങിന് അത്ഭുതമാണ്. ഇന്നെന്താണ്, ഇന്ന് വല്ല വിരുന്നുണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ച് അമ്മയുടെ അടുത്ത് പോകുമ്പോൾ അമ്മ ചോദിക്കാൻ, ആഹാ അപ്പം നിങ്ങൾ അറിഞ്ഞ് ചെയ്തതാണല്ലേ, നിന്നോട് ആര് പറഞ്ഞു അവൾ ഇവിടെ ഉണ്ടെന്ന്, നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഡേറ്റിങ്ങിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കാണ് നാങ്തിങ്. അപ്പോഴാണ് കിച്ചണിൽ നിന്ന് നാങ്തിങ് എന്ന് ചോദിച്ച് യാഹാൻ വരുന്നത്. നാങ്തിങ്ങിന്റെ അമ്മ ഉദ്ദേശിച്ചത് യാഹാനും ഈ നാങ്തിങ്ങും തമ്മിൽ ഡേറ്റിങ്ങിലാണോ എന്നാണ്. സംഭവം ഈ നാങ്തിങ്ങിനാണെന്ന് വെച്ചാൽ യാഹാൻ വന്ന കാര്യം ഒന്നും അറിയില്ലായിരുന്നു. അവളാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് കുക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവൾ കുറേ ഫുഡ് ഉണ്ടാക്കിയിട്ട് നാങ്തിങ്ങിന്റെ അമ്മനെ സന്തോഷിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. നാങ്തിങ്ങിന്റെ അമ്മ ആണെന്ന് വെച്ചാൽ നാങ്തിങ് യാഹാനും എങ്ങനെയെങ്കിലും ഒന്നാവാൻ വേണ്ടിയിട്ട് ഓരോ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യാഹാൻ നാങ്തിങ്ങിനും അവരുടെ അമ്മക്കൊക്കെ വിളമ്പിക്കൊടുത്ത് അവരെ കയ്യിലെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് യാഹാനെ വീട്ടിൽ കൊണ്ടാക്കാൻ നാങ്തിങ് അവൻ്റെ കാറുമായിട്ട് പോകുമ്പോൾ യാഹാൻ ഭയങ്കര മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. അവൾ എന്തോ പറയാൻ വരുന്നത്. നാങ്തിങ്ങിന് അത് മനസ്സിലായിട്ട് എന്താണെങ്കിലും ഇപ്പം തന്നെ തുറന്ന് പറയുമ്പോൾ യാഹാൻ പറയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ഒരു സിനിമ നടനില്ലേ, അവന് ആ ടൈമിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല, ഞാൻ പറഞ്ഞിട്ടും അയാൾ കേൾക്കാതെ എന്നെ പണിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ നാങ്തിങ് കാറ് നിർത്തിക്കൊണ്ട്, അത് നീ ഇപ്പോഴാണ് പറയുന്നത്, നീ എന്താത്തൊന്നും റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. യാഹാൻ അപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട്, എനിക്ക് പേടിയായിട്ട്, അയാൾ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളല്ല, അയാൾ അസിസ്റ്റൻറ്റ് എനിക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയാഞ്ഞെന്ന് നിങ്ങൾ എന്നെ ഒരു ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് യാഹാൻ ഭയങ്കരമായിട്ട് കരയുമ്പോൾ നാങ്തിങ്, നീ ഒന്നും പറയണ്ട, നാളെ തന്നെ ഇത് നീ റിപ്പോർട്ട് ചെയ്യണം, അത് പോരാഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സാക്ഷിനെ കൊണ്ടുവരുന്ന പറയാണ്. യാഹാൻ അപ്പോൾ ആലോചിക്കാണ്, ആകെ ഇത് കണ്ട ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റിനം മെമ്പറായിട്ടുള്ള ആ ഒരാളില്ലേ, യാഹാനോട് കുറേ നേരം ഒളിപ്പിച്ച് നിന്നിരുന്ന ആൾ, അയാൾ മാത്രമാണ്. അപ്പോൾ അയാളെ കൊണ്ട് സാക്ഷി പറയിക്കാന്ന് യാഹാൻ വിചാരിക്കുകയാണ്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് യാഹാൻ ഭയങ്കര മൂഡ് ഔട്ട് ആയിട്ടാണ് റൂമിലേക്ക് വരുന്നത്. ആ ടൈമിൽ ഷിയാസി അവളുടെ സ്ഥിരം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജലാറ്റിനൊക്കെ തിന്ന് കാണിച്ച്, ഓ എന്തൊരു ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു ഷിയാസി ഇങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ യാഹാൻ വരുന്നത് കണ്ടിട്ട് അവൾ അത് ഓഫ് ചെയ്തിട്ട് യാഹാൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. നേരെ ഫോൺ എടുത്ത് ബാൽക്കണി അടച്ചിട്ടുകൊണ്ട് വിളിക്കുന്നത് ആ പ്ലാറ്റിനം മെമ്പറായ അയാളെയാണ്. അയാളാണെന്ന് വെച്ചാൽ യാഹാൻ്റെ കോൾ എടുത്തപ്പോൾ തന്നെ, യാഹാൻ ഞാൻ വിളിക്കുന്നതിന് മുമ്പ് നീ തന്നെ ഇങ്ങോട്ട് വിളിച്ചോ, ഞാനൊരു വേൾഡ് ട്രിപ്പിലായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ വിളിക്കാൻ, നീ ഇപ്പം എന്തിനാ വിളിച്ചത് ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി ചോദിക്കുമ്പോൾ യാഹാനാണെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒരു കാര്യം പറയാനായിരുന്നു, നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവാമെന്ന് പറയാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാളെന്ന് വെച്ചാൽ വേറൊരു ഉദ്ദേശത്തോടു കൂടി പറയാണ്, എന്നാൽ നീ ഇന്ന് രാത്രി തന്നെ പോര്, ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ വരാൻ പറയാണ്. യാഹാൻ ഒരു നിമിഷം ഒന്ന് സൈലൻ്റ് ആയിട്ട് പിന്നെ പറയാണ്, ആ ഓക്കെ ഞാൻ ഫ്രീ ആണ്, ഞാൻ ഇന്ന് തന്നെ വരാമെന്ന് പറയാണ്. അപ്പോൾ അയാൾ, ഞാൻ അഡ്രസ്സ് അയച്ചുതരാം, നീ അവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ അയാൾ യാഹാന് അഡ്രസ്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് ആകെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് യാഹാൻ. ഇപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ യാഹാൻ്റെ മൂഡ് അത്ര ശരിയല്ല എന്ന് മനസ്സിലാക്കി ഷിയാസി അവളുടെ ലൈവ് കട്ട് ചെയ്തുകൊണ്ട് യാഹാൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താണെന്ന് കാര്യം എന്ന് തിരക്കുന്നുണ്ട്. യാഹാൻ അപ്പം തന്നെ ഒന്ന് ഓപ്പൺ ആയിട്ട് പറയാതെ, നീ ഇന്ന് രാത്രി ഫ്രീ ആണോ, എൻ്റെ ഇപ്പോൾ ഒരു സ്ഥലം വരെ വരുമെന്ന് ചോദിക്കുമ്പോൾ ഷിയാസിയും, ആ ഞാനിന്ന് ഫ്രീ ആണ്, എനിക്കെന്താ പണി, ഞാനിവിടെ വെറുതെ ലീവ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ യാഹാനും ഷിയാസിയും കൂടി അയാൾ പറഞ്ഞ ആ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. ഷിയാസിനോടെന്ന് വെച്ചാൽ യാഹാൻ എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, അയാൾ ഇങ്ങനെയൊക്കെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഷിയാസിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരൊന്നും എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല, അവരുടെ മനസ്സിൽ എന്തൊക്കെ പോകുന്നത്, അവരുടെ വിചാരം ഈ എയർ ഹോസ്റ്റസ് എന്ന് വെച്ചാൽ ഇത്ര ചീത്തണെന്നാണോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ യാഹാനോട്, നീ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാനുണ്ട്, നിനക്ക് ഒരു പ്രശ്നവും ഞാൻ വരുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബോഡി ഗാർഡിനെ പോലെയാണ് ഷിയാസി ഇപ്പോൾ യാഹാൻ്റെ ഒപ്പം പോകുന്നത്. ഷിയാസി യാഹാൻ്റെ ഒപ്പം ഉള്ളത് അവൾക്കും ഭയങ്കര ആശ്വാസം തന്നെ ആയിരുന്നു. അയാളുടെ അടുത്ത് ഷിയാസി യാഹാനും ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ അയാളാണെന്ന് വെച്ചാൽ, യാഹാൻ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇന്നൊരു ഡേറ്റിംഗ് ചെയ്യാനായിരുന്നു, നീ എന്തിനാ ഇവളെയും കൂടി വന്നതെന്ന് ചോദിക്കുമ്പോൾ യാഹാൻ, ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞാൻ എവിടെ പോകുമ്പോഴും ഇവളും കൂടെ ഉണ്ടാവും എന്ന് പറയാണ്. അത് കേട്ട് അയാൾ, എന്താ എന്നെ കണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ യാഹാൻ എന്തോ പറയാനായിട്ട് ഒരുങ്ങാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് നേരെ നാങ്തിങ്ങിനാണ്. നാങ്തിങ്ങിൻ്റെ ഫോണിലേക്ക് ആരോ വിളിച്ചിട്ട് പറയാണ്, കമ്പനിയിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, സിയാവിൻ്റെ ഫോൺ നമ്പറും വീടും സ്ഥലവും എല്ലാം എവിടെയാണെന്നുള്ള അവളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആരോ മോഷ്ടിച്ച് ഇൻ്റർനെറ്റിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയാണ്. നാങ്തിങ് അപ്പം തന്നെ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സിയാവിൻ്റെ അഡ്രസ്സ് അടക്കം എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ സിയാവിൻ്റെ നേരെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. ഓരോരുത്തർ വന്ന് വീട് തല്ലിപ്പൊളിച്ച് അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് നാങ്തിങ്ങിന് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. സിയാവിൻ്റെ വീട്ടിൽ ഈ ടൈമിലാണെന്ന് വെച്ചാൽ കറണ്ട് പോവുകയും ചെയ്തു. അവൾ എന്താണ് കാര്യം എന്നറിയാതെ ചുറ്റും നോക്കുന്നുണ്ട്. കറണ്ട് പെട്ടെന്ന് പോയത് കാരണം സിയാവോടെന്ന് വെച്ചാൽ അവളെ ലാൻഡ് ലോഡ് ആയിട്ടുള്ള നാങ്തിങ്ങിന് തന്നെ മെസ്സേജ് അയച്ചിട്ട്
ലാൻഡ് ലോഡ് എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ല, നിങ്ങൾ ആരെങ്കിലും പറ്റിയ ആൾക്കാരെ ഇവിടേക്ക് വിടുമോ എന്ന് ചോദിക്കുമ്പോൾ നാങ്തിങ്ങിന് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ച് നാങ്തിങ് അവിടെ ഇരിക്കുമ്പോഴാണ് നോക്കിയിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ച് അവൻ തന്നെ എഴുന്നേറ്റ് സിയാവിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുന്നത്. പക്ഷെ അവന് ഒന്നും മടിച്ചുകൊണ്ട് വേണ്ട പോവണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കസാരയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ടൈം യാഹാനാണെന്ന് വെച്ചാൽ അയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അതിന് സാക്ഷി പറയുമെന്ന് ചോദിക്കുമ്പോൾ അയാളും ഇനിയിപ്പോൾ എന്താ, ഞാൻ വന്ന് സാക്ഷി പറഞ്ഞുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. പക്ഷെ അയാൾ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ വെക്കുന്ന പോലെയാണ്, യഹാൻ നീ ഇനി മുതൽ ഏത് ഫ്ലൈറ്റിലൊക്കെയാണ് ഉള്ളതെന്ന് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരുമോ, ഞാൻ എന്തായാലും വേൾഡ് ട്രിപ്പ് പോകുമ്പോൾ നീയുള്ള ഫ്ലൈറ്റിൽ മാത്രമേ ഇനി കയറുള്ളൂ എന്ന് പറയുമ്പോൾ ഷിയാസ് എടുത്ത വഴിക്ക് അതൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അതൊന്നും തുറന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയാൾ എടുത്ത് യഹാനോട് യഹാൻ നിനക്കത് തുറന്ന് പറയാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു ഭീഷണി സ്വരം അതിലുണ്ടായ കാരണം യഹാൻ പറയാണ് ഞാൻ പറയാം കുഴപ്പമൊന്നുമില്ല, ഞാനത് നിങ്ങൾക്ക് പിന്നീട് വാട്സപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ സാക്ഷി പറഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് യഹാൻ അയാൾക്കൊത്ത് തുള്ളുന്നത്. ഷിയാസ് യഹാനും പോവാറിയിരിക്കുന്ന ടൈമിലാണെന്ന് വെച്ചാൽ അയാൾ എന്തോ ഒരു കവറിൽ ഒരു സാധനം എടുത്തിട്ട് യഹാൻ നീ പോവല്ല, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കവറ് യഹാന് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ യഹാൻ പിന്നിലേക്ക് മാറിയിട്ട് എനിക്കിതൊന്നും വേണ്ട, ഞാൻ നിങ്ങളടുത്ത് ഇതൊന്നും സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ അയാൾ നീ സ്വീകരിച്ചോ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇഷ്ടത്തോടുകൂടി വാങ്ങിയല്ലേ എന്ന് പറഞ്ഞ് അവൾക്ക് നിർബന്ധിച്ചത് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഷിയാസിക്കാണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് തരിച്ചങ്ങോട്ട് കയറുന്നുണ്ട്. പക്ഷേ യഹാൻ ഓർത്തുകൊണ്ട് അവളൊന്നും ഇണ്ടാതെ നിൽക്കാണ്. സിയാവ് ഇപ്പോൾ അവളുടെ റൂമിലാണെന്ന് വെച്ചാൽ എല്ലാ സ്വിച്ച് ബോർഡും കണക്ഷൻസും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വയറാരോ കട്ട് ചെയ്തിട്ടേക്കാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അത് അവൾ ശരിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു നിഴൽ വരുന്നത്. അത് ആരുടെ നിഴലാണെന്ന് അറിയാതെ പേടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഷിയാസി ബാക്കിലേക്ക് വീഴുന്നുണ്ട്. നേരെ വന്ന് ആ നിഴൽ ഷിയാസിനെ പിടിച്ച് എഴുന്നേറ്റിപ്പിച്ച് നിർത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നാങ്തിങ് ആയിരുന്നു. നാങ്തിങ്ങിന് അവിടെ ഇരുന്നിട്ട് ഒരു ഇരിക്കപ്പോഴത്തേക്കും കിട്ടാതെ അവന് സിയാവിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. നാങ്തിങ്ങിനെ കാണുമ്പോൾ തന്നെ സിയാവ് നിങ്ങളെന്താ ഈ നേരത്തെ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നാങ്തിങ് നീയല്ല എന്നോട് പറഞ്ഞത് നിൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലാതുകൊണ്ട് വേഗം വന്ന് ശരിയാക്കാൻ ഒരാൾ വേണമെന്നൊക്കെ. അപ്പോഴാണ് സിയാവിനെ കത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് എൻ്റെ ലാൻഡ് ലോഡെന്ന് സിയാവോ അത്ഭുതത്തോട് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഒന്നും പറയാതെ ഞാൻ നോക്കട്ടെ അങ്ങോട്ട് മാറിയേക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ട് നാങ്തിങ് ലൈറ്റ് അടിച്ചാൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സിയാവോന് മനസ്സിലാവാണ് നാങ്തിങ് തന്നെയാണ് അവളുടെ ലാൻഡ് ലോഡ് എന്നുള്ള കാര്യം. സിയാവോ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാങ്തിങ്ങിൻ്റെ കയ്യിലുള്ള ഫോൺ സിയാവോ വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നാങ്തിങ് ആ ടൈമിൽ അവർക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങളെ അടുത്തേക്ക് വരുമ്പോൾ ഒരു വിറയിലാണ്. സിയാവോ ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ അവൻ പറിച്ച് മാറി നിൽക്കുന്നുണ്ട്. സിയാവോ ഞാൻ ആ ഫോൺ വാങ്ങാൻ വന്നതാ, അല്ലാണ്ട് ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നാങ്തിങ്ങിനെ കളിയാക്കുമ്പോൾ നാങ്തിങ് അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ വർക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈം സിയാവോ അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് നിങ്ങൾക്കപ്പോൾ എൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ ഉണ്ടല്ലേ, പിന്നെ ഞാൻ ഇമെയിൽ അയച്ച കാര്യമൊന്നും നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട, ഞാനത് ചുമ്മാ അയച്ചതാണെന്നും പറയുന്നുണ്ട്. പോലെ തന്നെ സിയാവോ നാങ്തിങ്ങിൻ്റെ അടുത്തേക്ക് നീങ്ങി ചെന്നിട്ട് നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുന്നത് ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ നാങ്തിങ് ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. അവനക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാണ്ട് നീയും നല്ലതാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ നാങ്തിങ്ങിനെ കളിയാക്കിക്കൊണ്ട് സിയാവോ ഓഹോ ഞാനും നല്ലതാണോ എന്ന് വെച്ചിട്ട് മനസ്സിലൊന്നും വെക്കണ്ടേ, എനിക്ക് നിങ്ങളോട് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ തന്നെ കറണ്ട് വരുന്നുണ്ട്. നാങ്തിങ് അവിടെ നിന്ന് വേഗം തന്നെ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. നാങ്തിങ് പോയതും സിയാവോണെന്ന് വെച്ചാൽ അവൾക്ക് ഈ കഴിഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ അവൾ ഓടി റൂമിലേക്ക് കയറിയിട്ട് ഒച്ചെടുത്തോണ്ട് വാവൊത്തിച്ചിരിക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾക്ക് എന്താ പറ്റിയെന്ന് തന്നെ. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന്. കാരണം അവളെ സ്നേഹിച്ചിരുന്ന അവളുടെ ഇൻസ്ട്രക്ടർ ഗൂവോ ഏറ്റവും നല്ല മനുഷ്യനാണെന്ന് തോന്നിയ അവളുടെ ലാൻഡ് ലോഡും ഒരാളാണെന്ന് അറിഞ്ഞ സന്തോഷമായിരുന്നു അവൾക്ക്. നാങ്തിങ് സിയാവോന്റെ ഫ്ലാറ്റിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് അപകടം ഉണ്ടെന്ന് അവൻക്ക് അറിയാലോ. അതുകൊണ്ട് നാങ്തിങ്ങിന്റെ അഡ്രസ്സ് ഒക്കെ സിയാവോക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇന്ന ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്, നിനക്ക് എന്താവശ്യം വന്നാലും എന്നെ നീ ഒറ്റ വാക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അത് കേട്ടതും സിയാവോന് മനസ്സിലാവാണ് അവളുടെ ഫ്ലാറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നാങ്തിങ്ങിന്റെ ഫ്ലാറ്റ് എന്നുള്ള കാര്യം. അവള് ബാൽക്കണി പോയി നിന്നിട്ട് 1, 2, 3 അങ്ങനെ ഫ്ലാറ്റ് നമ്പേഴ്സ് എണ്ണാണ്. എന്നിട്ട് ഒരു ഫ്ലാറ്റ് കൺഫേം ചെയ്തിട്ട് അവൾ പറയാണ് ഇത് തന്നെ ആയിരിക്കും നാങ്തിങ്ങിൻ്റെ ഫ്ലാറ്റ്, എന്തായാലും എനിക്ക് ഉറപ്പാണ്. ഇത് എന്ത് വേഗം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പോയി കിടന്ന് ഉറങ്ങിയേക്കുന്നത്, ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് സിയാവോ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നാങ്തിങ് ആണെന്ന് വെച്ചാൽ അവൻ്റെ എല്ലാ കൃത്യനിഷ്ഠതയും ഇതോടുകൂടി തെറ്റിയാലോ. സിയാവോ വന്നതോടുകൂടി അവൻക്ക് ഒരു കൃത്യനിഷ്ഠതയും ഇല്ലാതായി. ഉറക്കം തരാതെ ഇപ്പോഴും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നിട്ട് അവൻ്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ള എക്സസൈസിൽ അവൻ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം സിയാവിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള ഒരു മീറ്റിംഗ് എല്ലാവരും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ സൂവും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ജിയാങ് സിയാവോനെ കുറ്റപ്പെടുത്താനായിട്ട് ഓരോന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും സിയാവോ വാദിച്ച് അത് സിയാവോൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യം അവിടെ
പ്രൂവ് ചെയ്യാണ്. കോക്പിറ്റിൽ നിന്ന് കിട്ടിയ റെക്കോർഡിൽ നിന്ന് അവർക്ക് മനസ്സിലാവാണ് ക്യാപ്റ്റന്റെ നിർദ്ദേശം അനുസരിക്കാതെ അല്ല സിയാവോ വളച്ചതെന്നും ക്യാപ്റ്റൻ നിർദ്ദേശങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ സിയാവോ വളയ്ക്കാണ് ഉണ്ടായെന്നും ഇവിടെ ക്യാപ്റ്റൻ അശ്രദ്ധയാണ് കാണാൻ കഴിഞ്ഞതെന്നും സിയാവോ അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ക്യാപ്റ്റനും അത് കാണാനിടയായത്. സിയാവോ പറഞ്ഞിട്ടാണല്ലോ ജിയാങ് ആക്സിഡന്റ് ആവാൻ പോകുന്നു എന്ന് അറിഞ്ഞത് തന്നെ. അപ്പൊ ക്യാപ്റ്റനെക്കാളും കൂടുതൽ സിയാവോ ആണ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ആണെന്ന് വെച്ചാൽ സിയാവോനെ കൈകൊട്ടി പ്രശംസിക്കുന്നുണ്ട്. പക്ഷെ ജിയാങ് അപ്പൊ എടുത്തിടുന്ന കാര്യം ആ സിനിമാ നടന്റെ കാര്യമാണ്. സിനിമാ നടന് കഴുത്തൊടുക്കാനുള്ള കാരണം സിയാവോടെന്ന് ജിയാങ് ബാധിക്കുകയാണ്. പക്ഷെ അതിനുള്ള മറുപടിയായിട്ട് അവിടെ മാനേജറായി വന്നിട്ടുണ്ട്. മാനേജറായി യാഹാനെ പറ്റി പറയുന്നുണ്ട്. യാഹാൻ ഒരുപാട് പ്രാവശ്യം അയാളോട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞിട്ടും അയാൾ സീറ്റ് ബെൽറ്റ് ഇടാത്തോണ്ടാണ് കഴുത്ത് വിളിക്കുകയെന്നും അതിന് സിയാവോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് മാനേജറായി പറയാണ്. പക്ഷെ അതിനൊരു വീക്ക്നെസ് വേണമെന്നും ആ വീക്ക്നെസ് ആയിട്ട് ആ ഡയമണ്ട് പാസഞ്ചർ വരുമെന്നും ഇവര് ഉറപ്പ് നൽകാണ്. ഇനി ഒരു ദിവസം ഡയമണ്ട് പാസഞ്ചർ വന്നിട്ട് കണ്ട കാര്യങ്ങളൊക്കെ പറയാന്ന് വെച്ചാൽ സിയാവോന്റെ മേത്ത് ഇനി ഒരു കുറ്റം ഉണ്ടാവില്ല. പോരാത്തതിന് ഇപ്പൊ സിയാവോ ഇത് നല്ല കാര്യമാണ് ചെയ്തേ എന്നുള്ളത് അവിടെ പറയപ്പെടാണ്. അവിടെ ലുച്ചോ എയർപോർട്ടിന്റെ ഒരു മാഗസിനിൽ ആദ്യമേ ഒരു വട്ടം സിയാവോന്റെ നാങ്തിങ്ങിന്റെ ഫോട്ടോ വന്നായിരുന്നല്ലോ, ആ കുട്ടീനായിട്ട് ഫോട്ടോ എടുത്തപ്പോ. ഇപ്പോഴെന്ന് വെച്ചാൽ സിയാവോന്റെ ഒറ്റക്കുള്ള ഫോട്ടോ വന്നേക്കാണ്. കാരണം ഒരു പൈലറ്റായ സിയാവോ ക്യാപ്റ്റന്റെ നിർദ്ദേശം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലൈറ്റ് വളച്ച് അതിലുള്ള പാസഞ്ചേഴ്സിനൊക്കെ രക്ഷിച്ചു എന്നുള്ള രീതി. അങ്ങനെ ഇത് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സിയാവോ നാങ്തിങ് കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിയാവോനെ പുകഴ്ത്തിക്കൊണ്ട് നാങ്തിങ് ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ നാങ്തിങ്ങിന്റെ അടുത്തേക്ക് ഒന്നും കൂടി അടുത്തേക്ക് വന്നിട്ട് സിയാവോ നാങ്തിങ്ങിനോട് ചോദിക്കുകയാണ്, ഇപ്പൊ പറ ഞാൻ നിങ്ങളെ സ്റ്റുഡന്റ് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് അഭിമാനം ഇല്ലെന്ന് ചോദിക്കുമ്പോൾ നാങ്തിങ് ചിരിച്ചോണ്ട് തലയാട്ടുന്നുണ്ട്. പക്ഷെ സിയാവോന് അതൊന്നും കിട്ടിയാൽ പോരായിരുന്നു. അവള് പറയാണ് തലയാട്ടിയാലൊന്നും പോരാ, മര്യാദക്ക് വാ തുറന്ന് പറയാൻ പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. അത് കണ്ടതും നാങ്തിങ് സിയാവോനോട് അതെ ഇത് വീടല്ല കമ്പനിയാണ്, കുറച്ച് ചിട്ടോടുകൂടി ചെയ്യാൻ പറയുമ്പോൾ സിയാവോ ഓ കമ്പനി ആയതുകൊണ്ടാണല്ലേ, വീടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. യാഹാനാണെന്ന് വെച്ചാൽ മാനേജറായി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാനേജറായിക്ക് യാഹാനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ, അതോടെ അധികം ഒന്നും വഴക്ക് പറയാതെ നീ പാവണമെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഒരിക്കലും അവിടെ വരുന്ന പാസഞ്ചേഴ്സിന്റെ യാത്രക്കാരുടെ സർവൻസ് അല്ല, വേലക്കാരൊന്നും അല്ല, നീ അതനുസരിക്കും ആദ്യം തന്നെ. അതുകൊണ്ട് നീ അവരുടെ മുന്നിൽ താഴ്ന്നും കഴിഞ്ഞൊന്നും നിൽക്കണ്ട, അവരോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയണമെന്ന് യാഹാനോട് പറയുമ്പോൾ അവൾ ഇനി ശ്രദ്ധിച്ചോളാന്ന് ഉറപ്പുവരുത്താണ്. സോങ് ഇപ്പൊ സിയാവോന് വേണ്ടിയിട്ട് നാങ്തിങ്ങിന്റെ എല്ലാ റെക്കോർഡ്സ് ഉള്ള ഒരു ബുക്കില് അത് അവന്റെ ഷെൽഫിൽ നിന്ന് കട്ടെടുത്തോണ്ട് വന്ന് സിയാവോന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സോങ് ആണല്ലോ നാങ്തിങ്ങിന്റെ എല്ലാ പേഴ്സണൽ അസിസ്റ്റന്റ്. അതുകൊണ്ട് അവനക്ക് നാങ്തിങ്ങിന്റെ ഷെൽഫിന്റെ കീ ഒക്കെ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാങ്തിങ്ങിന്റെ കുറേ റെക്കോർഡ്സ് ഉള്ള ബുക്കൊക്കെ എടുത്ത് സിയാവോനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവൾ അത് എന്തിനാ എടുത്തതെന്ന് വെച്ചാൽ നാങ്തിങ് ഇതുവരെ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും അവന്റെ റെക്കോർഡ്സ് എന്തൊക്കെയാണെന്നും പരിശോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സോങ് സിയാവോനോട് ആനയായിട്ട് പറയുന്നുണ്ട്, ഞാനിത് ചെയ്തത് ആരോട് നീ പറയരുത് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ള പ്രത്യുപകാരമായിട്ടും സിയാവോന് ഇപ്പോൾ ഒരു നല്ല പേരുമായല്ലോ, അതുകൊണ്ടും സിയാവോ സോങ്ങിന് ഒരു ഡിന്നർ ഓഫർ ചെയ്യാണ്. യാഹാൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് സിയാവോ രക്ഷപ്പെട്ടെന്നുള്ളതുകൊണ്ട് യാഹാനെ ആ പാർട്ടിയിലേക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ ഷിയാസിനോട് ഇപ്പോൾ സിയാവോ മിണ്ടുന്നില്ലല്ലോ, അതുകൊണ്ട് സോങ്ങിനെ ആ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുക. സോങ്ങിനോട് ഷിയാസിനെ കൂട്ടിയിട്ട് രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ആ ഹോട്ടലിലേക്ക് വരണമെന്ന് സിയാവോ പറയുന്നുണ്ട്. പക്ഷേ ഈ സോങ്ങിനോടും ഷിയാസി അത്ര കമ്പനി ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവളോട് കമ്പനി ഒന്നുമല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ മെക്കിട്ട് വരുള്ളൂ, അവളടുത്തേക്കൊന്നും ഞാൻ പോകില്ല എന്ന് പറയുമ്പോൾ സിയാവോ പറയാണ് നീ ഉറപ്പായിട്ടും അവളായിട്ട് ഫ്രണ്ട് ആവാൻ ശ്രമിക്കുക, ഒരു വട്ടെങ്കിലും അവൾ ഒരാളെ ഫ്രണ്ടായിട്ട് കരുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ സോങ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടതെന്ന് സിയാവോനോട് ചോദിക്കുമ്പോൾ അതൊരു വലിയ കഥ, ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ തീരുമില്ല, നീ എന്തായാലും അവളെ വിളിച്ചിട്ട് വന്ന് പറഞ്ഞിട്ട് സിയാവോ നാങ്തിങ്ങിൻ്റെ ആ റെക്കോർഡ്സും എല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സോങ് സിയാവോ പോകുമ്പോൾ ഓ അതൊന്നും മറച്ച് പിടിച്ച് പോവണ്ടേ, ആരും കാണല്ലേ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. സിയാവോ രാത്രി ചെന്നിട്ട് നാങ്തിങ്ങിൻ്റെ ആ ബുക്ക് നോക്കിയിട്ട് ഇത്ര നാളായിട്ട് എത്ര യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു മാപ്പിൽ നോക്കിയിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ വരകളുണ്ട്, കാരണം നാങ്തിങ് ഒരു ക്യാപ്റ്റൻ അല്ല, അവൻ അത്രയ്ക്ക് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സിയാവോൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നാങ്തിങ്ങിനെ പോലെ തന്നെ അവൾക്ക് നല്ലൊരു ക്യാപ്റ്റൻ ആവണം, ഇത്ര യാത്ര തന്നെ ചെയ്യണമെന്നായിരുന്നു. സിയാവോ നേരം നാങ്തിങ്ങിന് മെസ്സേജ് അയക്കാണ്, എൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ നീ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട്. നാങ്തിങ് നോക്കുമ്പോൾ സിയാവോ 2 വട്ടം ലൈറ്റ് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്നു. നാങ്തിങ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്ന ആ ടൈമിൽ തന്നെ സിയാവോ ബാൽക്കണി വന്ന് നാങ്തിങ് അവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നാങ്തിങ്ങിനെ അവിടെ കാണുന്നില്ല. അവൾ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് നാങ്തിങ്ങും 2 വട്ടം ലൈറ്റ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നത്. അവൾ സന്തോഷത്തോടുകൂടി ഓടി പോകുന്നത് ബോലിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് ബോലിനോട് പറയാണ്, നിനക്കറിയോ ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഈ 2 പ്രാവശ്യം ഇങ്ങനെ വെട്ടിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഹായ് പറയുന്നതാ, അപ്പം നാങ്തിങ് എന്നോട് ഹായ് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞ് അവൾ നന്നായിട്ട് ചിരിച്ചും കളിച്ചും നിൽക്കുകയാണ്. അവൾക്ക് നാങ്തിങ്ങിനോട് ഇപ്പോൾ ഭയങ്കര ക്രഷാണല്ലോ, പോരാത്തതിന് ഇപ്പം നാങ്തിങ്ങിനും ഒരു ചെറിയ ചാഞ്ചാട്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിറ്റേ ദിവസം സിയാവോ അവളുടെ തലക്കെല്ലാം അടിപറ്റിയ അതിൻ്റെ റിപ്പോർട്ട് ചോദിക്കാനായിട്ട് ഡോക്ടർ എടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയാണ് അവളുടെ റിപ്പോർട്ടൊക്കെ ഇപ്പോൾ ഓക്കെയാണ്, അതുകൊണ്ട് അവൾക്ക് ഇനി ഫ്ലൈറ്റ് ഓടിക്കാന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഡോക്ടർക്കും ആ ലൂജോ എയർപോർട്ടിൻ്റെ മാഗസിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം സിയാവോ ഏറ്റവും
ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പൈലറ്റ് ആയിട്ട് മാറിയേക്കാണ്. സിയാവോനോട് സിഗ്നേച്ചർ ഒക്കെ ആ ഡോക്ടറും ചോദിക്കുന്നുണ്ട്. സിയാവോ ഭയങ്കര സന്തോഷത്തോടു കൂടി ഓട്ടോഗ്രാഫ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടി പോയിട്ടാവുന്നുണ്ട്. അപ്പോൾ ആ കുശുംബി ആയിട്ടുള്ള ആ ഒരു എയർ ഹോസ്റ്റസ് ഇല്ലേ, അവളും അതിലുണ്ടായിരുന്നേ. അവൾ പറയണോ, ഓ ഇത്ര നേരം ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഓവർ വെയിറ്റ് ഒന്നും അല്ലായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് എന്താണോ ഓവർ വെയിറ്റ് ആയെന്ന് ചോദിക്കുമ്പോൾ ഷിയാസിനെ കുത്തി പറയുന്നതാണ് അതെന്ന് അവൾക്ക് മനസ്സിലാവും. ഷിയാസ് എന്നാലും ഒരു രക്ഷയില്ല, ഞാനിതിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല എന്നുള്ള മട്ടിൽ ലിഫ്റ്റിൽ തന്നെ നിൽക്കുമ്പോൾ അവിടേക്ക് സോങ്സോങ് വരാണ്. സോങ്ങിന് ഇപ്പോൾ എന്ന് വെച്ചാൽ സിയാവോ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണ്ടേ. അതിനായിട്ട് ഷിയാസി നീ ഇങ്ങോട്ട് ഇറങ്ങി, ഇപ്പം തന്നെ ഓവർ വെയിറ്റ് അല്ല എന്ന് ചോദിക്കുമ്പോൾ അവനോട് ഷിയാസി തട്ടിക്കയറുന്നുണ്ട്. ഞാൻ കയറിക്കൊണ്ടാണ് ഓവർ വെയിറ്റ്, നിനക്ക് എന്താ ചെക്കാം, നീ പോയെന്നൊക്കെ പറഞ്ഞ് സോങ്ങിനെ ഷിയാസി കുറേ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു പൈലറ്റ് ആണെന്ന് വെച്ചാൽ എന്നാൽ മാറി ഞാൻ തന്നെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞ് അവൻ ഇറങ്ങാൻ നോക്കുമ്പോൾ സോങ് ഷിയാസിനെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട്. ഭായ് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഷിയാസിനെ പുറത്ത് ഇറക്കുമ്പോൾ തന്നെ ലിഫ്റ്റ് ഓവർ വെയിറ്റ് ഒക്കെ മാറിയിട്ട് ലിഫ്റ്റ് മേലോട്ട് പോകുന്നുണ്ട്. ഷിയാസിക്കാണെന്ന് വെച്ചാൽ ഇതിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് സോങ്ങിനോട് മൈൻഡ് ചെയ്യാതെ അവൾ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ സോങ് ഷിയാസിയുടെ പിന്നാലെ ഓടിയിട്ട് നീ നിൽക്കുക, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുന്നുണ്ട്. സോങ്ങിന്റെ പിടിപ്പെടാതെ ഓടാൻ നോക്കുന്നുണ്ടെങ്കിലും പിന്നെ അവൾക്ക് മനസ്സിലാവാണ് സോങ്ങിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തായാലും പോകുന്നില്ല, അവൻ എന്തായാലും ഫോളോ ചെയ്യലും നിർത്തത്തുമില്ല എന്ന്. അപ്പോൾ ഷിയാസി അവിടെ നിന്നുകൊണ്ട് നിനക്ക് എന്താ വേണ്ട, നീ എന്തിനാ വെറുതെ എൻ്റെ പിന്നാലെ വരുന്നത്, എൻ്റെ വായിലിരിക്കണമൊക്കെ കേൾക്കാനാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് സോങ്ങിനോട് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അവനാണെന്ന് വെച്ചാൽ നീ എന്തിനാ അവരൊക്കെ പറയുന്നതായിട്ട് വെറുതെ വിഷമിക്കാൻ നിൽക്കുന്ന, നീ വിഷമിക്കൊന്നും വേണ്ട, നീ ശരിക്കും നിന്നെ കണ്ട എന്ത് സുന്ദരിയാണെന്നറിയോ, നീ ഒരു അറ്റൻഡ് ആവാൻ അർഹതയുള്ളവരെന്നാ, ശരിക്കും നിന്റെ ഫേസ് ഉണ്ടല്ലോ റൗണ്ട് ഫേസാ, അത് കാണാൻ എന്ത് രസമാണെന്നൊക്കെ പറഞ്ഞ് അവൾ സോപ്പിടാൻ നോക്കുമ്പോൾ ഷിയാസി ഓ നീ പറഞ്ഞു വരുന്നത് എന്നെ പോലത്തെ ഒരു പന്നി എന്തായാലും ഒരു ഫ്ലൈറ്റിൽ ഉണ്ടാവുന്നുള്ളതല്ലേ, നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഒന്നും കേൾക്കാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓൾറെഡി സോങ്ങിനോട് ഷിയാസിക്ക് എന്തോ ഒരു ദേഷ്യം ഉണ്ടല്ലോ. മാനേജർ നീയും നാങ്ടിങ് കൂടി അവിടെ ബാസ്കറ്റ് ബോൾ കളിച്ച് അവർ വന്നിരുന്ന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് മാനേജർ നീ ശ്രദ്ധിക്കുന്നത് ഈയിടെയായിട്ട് നാങ്ടിങ്ങിന് ഭയങ്കര സന്തോഷം, അവന്റെ മൂഡൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അത് മാനേജർ നീ നാങ്ടിങ്ങിനോട് ചോദിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് എന്താ ഭയങ്കര സന്തോഷമാണല്ലോ, ലൈഫിൽ എന്തെങ്കിലും നല്ലതെല്ലാം സംഭവിച്ചോന്ന് ചോദിക്കുമ്പോൾ നാങ്ടിങ് ചെറുതായി ഒന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മാനേജർ നീയുടെ ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് കണ്ടിട്ട് മാനേജർ നീ ചിരിക്കുന്നതും കണ്ടത്. നാങ്ടിങ് അപ്പോൾ അവനോട് എന്തേ നിന്റെ ലൈഫിലും വല്ല ഗുഡ് ന്യൂസ് വന്നോ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ നീ ചിരിച്ചോണ്ട് അതല്ല, ഇന്ന് രാത്രി എനിക്കൊരു ഡിന്നർ ഉണ്ട്, ഒരു ഡിന്നറിന് ഒരാൾ ക്ഷണിച്ചിട്ടുണ്ട്, അവിടേക്ക് പോകണമെന്ന് പറയാണ്. അത് കേട്ടതും നാങ്ടിങ് എന്ന് വെച്ചാൽ ഓഹോ അവിടെ വരാല്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. മാനേജർ നീയും അത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. പക്ഷെ ആരുടെ മെസ്സേജായി വന്നതെന്ന് നാങ്ടിങ്ങിന് അറിയില്ലായിരുന്നു. അങ്ങനെ രാത്രിയായി ഡിന്നറിന്റെ സമയമായേ. ഇപ്പൊ അവിടെ എന്ന് വെച്ചാൽ യാഹാനും സോങ്ങും ഷിയാസിയും സിയാവോ ഉണ്ടായിരുന്നു. ഇവര് 4 പേരാണ് ഇപ്പൊ ആ ഡിന്നറിന് എത്തിയേക്കുന്നത്. ഷിയാസിനോട് സിയാവോന്ന് വെച്ചാൽ ഒരുപാട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷിയാസി അവളെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ആ ടൈമിൽ അവിടേക്ക് നാങ്ടിങ് വരുന്നുണ്ട്. നാങ്ടിനെ കണ്ടപ്പോൾ തന്നെ സോങ് നാങ്ടിങ് ഇവിടേക്ക് വന്ന് പറഞ്ഞ് കൈ കൊണ്ടൊക്കെ കാട്ടുന്നുണ്ട്. നാങ്ടിങ് അങ്ങോട്ട് വന്നതും ഇരിക്കാനായിട്ട് അവൻ ഒരുങ്ങുമ്പോൾ തന്നെ യഹാനും സിയാവോണെന്ന് വെച്ചാൽ അവരുടെ തൊട്ടടുത്തുള്ള കസേരകൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാന്നുണ്ട്. നാങ്ടിങ് ആണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് കൈ വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെ വിഷമിപ്പിക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ടൈമാണെന്ന് വെച്ചാൽ യഹാനും സിയാവും ഭയങ്കരമായിട്ട് ചമ്മിയിരിക്കല്ലേ. രണ്ടുപേരും അവരവരുടെ അടുത്ത് നാങ്ടിങ്ങിനെ ഇരുത്തണം എന്നാണല്ലോ വിചാരിച്ചിരുന്നത്. രണ്ടിനും ഇപ്പൊ സാധിച്ചിട്ടില്ല. യഹാനാണെന്ന് വെച്ചാൽ ഒരു ചമ്മലോടുകൂടി സിയാവിന്റെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ സിയാവോ ഇച്ചിരി ദേഷ്യത്തോടുകൂടിയാണ് യഹാനെ നോക്കുന്നത്. ആ ടൈമിൽ അവിടേക്ക് മാനേജർ നീ വരുന്നുണ്ട്. മാനേജർ നീനെ കാണുമ്പോൾ തന്നെ എല്ലാവരും സന്തോഷത്തോടുകൂടി കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. മാനേജർ നീ പക്ഷെ കൈയും വീശിയൊന്നല്ല വന്നേട്ടാ. ഈ 3 ലേഡീസിനാണെന്ന് വെച്ചാൽ അതായത് സിയാവോനും ഷിയാസിക്കും യഹാനും വെച്ചാൽ എന്തോ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടാണ് മാനേജർ നീ വന്നിരുന്നത്. അങ്ങനെ കൈയൊക്കെ വാഷ് ചെയ്ത് തിരിച്ചു വരുന്ന നാങ്ടിങ് ആണെന്ന് വെച്ചാൽ മാനേജർ നീനെ കണ്ട് ഞെട്ടി നിൽക്കാണ്. നീ എന്താ ഇവിടെ, നീ എന്തോ ഡിന്നറിന് പോകണമെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ നാങ്ടിങ് നീ എന്താ ഇവിടെ എന്ന് തിരിച്ചും ചോദിക്കുകയാണ്. എന്നിട്ട് മാനേജർ നീ എന്ന് വെച്ചാൽ ഇതെന്താ ഡിന്നർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും സംസാരിച്ചിരിക്കേണ്ട വായിരുന്നു കഴിക്കാന്ന് സിയാവോ പറയുമ്പോൾ നാങ്ടിങ് എന്ന് വെച്ചാൽ സിയാവോൻ്റെ അടുത്തുള്ള കസേരയിലേക്ക് ഇരിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ മാനേജർ നീയാണെന്ന് വെച്ചാൽ അതിന് മുന്നേ തന്നെ കയറി ആ കസേര കയറി ഇരിക്കുന്നുണ്ട്. നാങ്ടിങ് ചമ്മിയിട്ട് യഹാൻ്റെ അടുത്തുള്ള സീറ്റിൽ പോയി ഇരിക്കുമ്പോൾ യഹാനാണെന്ന് വെച്ചാൽ ഒന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷെ യഹാൻ ആദ്യമേ കണ്ടായിരുന്നു നാങ്ടിങ് ആദ്യം പോകാൻ പോയത് സിയാവോൻ്റെ അടുത്തുള്ള സീറ്റിലേക്കാണെന്ന്. അത് ആലോചിച്ചിട്ട് അവൾക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. സിയാവോടെന്ന് വെച്ചാൽ നാങ്ടിങ്ങിന് വേണ്ടിയിട്ടല്ല കസേര ഒരുക്കി വെച്ചാൽ അവിടേക്ക് മാനേജർ നീ വന്നിരുന്നതും അവൾക്കും ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട്. മാനേജർ നീ അപ്പടെന്ന് വെച്ചാൽ എന്തായാലും സിയാവോ നീ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് കലക്കി എന്ന് പറയുമ്പോൾ നാങ്ടിങ്ങും അതെ എന്ന് പറഞ്ഞ് ഇപ്പൊ മാനേജർ നീയും നാങ്ടിങ്ങും
രണ്ടുപേരും ഒരുമിച്ച് ആ മാഗസിനിൽ അവളുടെ ഫോട്ടോ വന്നില്ലേ അതെടുത്ത് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ആവാണ്. കാരണം രണ്ടുപേരുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസമൊക്കെ വന്ന പോലെ കാണുന്നുണ്ട്. നാങ്തിങ് എന്ന് വെച്ചാൽ ഇനി മാനേജർ നീക്കി സിയാവിനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ അവന് സംശയത്തോടുകൂടി നോക്കുന്നുണ്ട്. ഷിയാസിനോട് സിയാവ് എത്ര മിണ്ടാൻ ശ്രമിച്ചിട്ട് അവൾ മിണ്ടുന്നേ ഇല്ല. സിയാവോ ഷിയാസിന്റെ അടുത്ത് പോയി നിന്നിട്ട് എന്തായാലും നിന്റെ ഫീലിങ്സിനെ ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് നീ ക്ഷമിക്കുന്നു പറഞ്ഞെങ്കിലും ഷിയാസി അത് മൈൻഡ് ചെയ്യാതെ നിൽക്കാണ്. എന്നിട്ട് സിയാവ് തിരിച്ച് സീറ്റിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് അവരെല്ലാരും കൂടി തിരിച്ചു പോകുന്ന ടൈമിൽ മാനേജർ നീയാണെന്ന് വെച്ചാൽ പറയാണ് എല്ലാരും ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാന്ന് പറയാണ്. സോങ് ആദ്യം അത് നിരസിച്ചെങ്കിലും പിന്നെ ഷിയാസി എന്തോ ഒരു ഐഡിയ പ്ലാൻ ചെയ്തിട്ട് ഓക്കെ എല്ലാരെയും മാനേജർ നീ കൊണ്ടുവന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് പറയാണ് എന്തായാലും മാനേജർ നീയുടെ കാറിൽ ഇത്ര പേരുത്ത ആൾക്കാരെ എങ്ങനെ ഓവർലോഡ് അല്ലേ, ഒരു കാര്യം ചെയ്യുക നീ നാങ്തിങ്ങിന്റെ ഒപ്പം പൊക്കോളാൻ പറയാണ്. അത് കേട്ടതും സിയാവോന് അത്രക്ക് അങ്ങോട്ട് പിടിക്കുന്നൊന്നുമില്ല. അവള് ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ യഹാനാണെന്ന് വെച്ചാൽ സന്തോഷത്തോടുകൂടി നാങ്തിങ്ങിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നാങ്തിങ് അപ്പം വയോ വന്ന് കാറി കയറുന്ന് പറയുമ്പോൾ യഹാൻ കാറിൽ കയറാൻ ഒരുങ്ങുമ്പോൾ തന്നെ സിയാവോ നാങ്തിങ്ങിനോട് അല്ല നമ്മളെ രണ്ടുപേരും വീട് ഒരുമിച്ചല്ലേ ഉള്ളത്, അപ്പം നിങ്ങൾക്ക് എനിക്കും കൂടി ലിഫ്റ്റ് തന്നൂടെ, എനിക്ക് ലിഫ്റ്റ് തരണല്ലേ എളുപ്പം എന്ന് ചോദിക്കുമ്പോൾ യഹാനും ഭയങ്കര സംശയത്തോടുകൂടി അവളെങ്ങനെ നോക്കിക്കാണ്. പെട്ടെന്ന് തന്നെ മാനേജർ നീക്കിയൊരു കോള് വരുന്നുണ്ട്. അത് എവിടെ നിന്നെന്ന് വെച്ചാൽ എയർപോർട്ടിലായിരുന്നു. അവർക്ക് ഇപ്പം എന്തോ വർക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് വേഗം ചെല്ലണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഈ സമയം അപ്പോൾ സോങ്ങിനെയും ഷിയാസിനെയും സിയാവോനെ ഒന്നും മാനേജർ നീക്കി അവരവരുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പറ്റില്ല. അവരെ നാങ്തിങ്ങിനെ ഏൽപ്പിച്ചുകൊണ്ട് മാനേജർ നീ അവിടെ നിന്ന് പോകുന്നുണ്ട്. യഹാൻ എന്ന് വെച്ചാൽ നാങ്തിങ്ങിനൊപ്പം ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനായിട്ട് പോകുമ്പോൾ സിയാവോ പെട്ടെന്ന് വന്നിട്ട് യഹാൻ എല്ലാ സോങ് ആണല്ലേ, സോങ് എന്തായാലും ഫ്രണ്ട് സീറ്റിൽ ഇരുന്നോട്ടെ, നമുക്ക് മൂന്നുപേർക്ക് ബാക്കിൽ ഇരിക്കാന്ന് പറഞ്ഞ് യഹാനെ പിന്തിരിപ്പിക്കുമ്പോൾ ഷിയാസി ആ ടൈമിൽ അയ്യോ യഹാൻ നീ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു, സോങ് ബാക്കിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് കാറിന്റെ ഡോറ് തുറന്ന് യഹാനെ കയറ്റി ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് സിയാവോനും പിന്നെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കാറിന്റെ ബാക്ക് സൈഡിലാണെന്ന് വെച്ചാൽ ഷിയാസിയുടെ അപ്പുറത്തെ സോങ്ങും അതിന്റെ അപ്പുറത്തെ സിയാവോ ഓടി ഇരുന്നായിരുന്നു. ഫ്രണ്ടില് യഹാനും നാങ്തിങ്ങും. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ സിയാവോ പറയാണ് എന്തായാലും നിങ്ങൾ മൂന്നുപേരും ഒന്നിച്ചല്ല താമസിക്കുന്നത്, ആദ്യം ഇവരെ കൊണ്ടുവന്നാക്കിക്കോ നാങ്തിങ്, എന്നിട്ട് എന്നെ കൊണ്ടുവന്നാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ യഹാൻ അത് എതിർത്തോണ്ട് ഇല്ല കുഴപ്പമില്ല, ആദ്യം സിയാവോ ഒറ്റക്കല്ലേ ഉള്ളൂ, സിയാവോനെ ഫസ്റ്റ് ആക്കിയിട്ട് ഞങ്ങൾ മൂന്നുപേരെയും കൊണ്ടുവന്നാക്കിയാൽ മതി എന്ന് പറയാണ്. പക്ഷെ നാങ്തിങ് ആ ടൈം നിങ്ങളെ മൂന്നുപേരെ ഇറക്കിയിട്ട് എനിക്ക് സിയാവോനെ കൊണ്ട് ഇറക്കുന്നതാ എളുപ്പം, ഞങ്ങളുടെ ഫ്ലാറ്റ് രണ്ടും ഒന്നിച്ചല്ലേ എന്ന് പറയുമ്പോൾ യഹാനെ കളിയാക്കിക്കൊണ്ട് സിയാവോ ആരും അറിയാതെ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ യഹാനെയും സോങ്ങിനെയും ഷിയാസിനെയും അവരുടെ ഫ്ലാറ്റിൽ കൊണ്ട് നിർത്തിയിട്ട് നാങ്തിങ്ങും സിയാവോവും ഒരു കാറിൽ കയറി പോകുന്നുണ്ട്. ഇപ്പോഴും സിയാവോ ബാക്ക് സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. യഹാനാണെന്ന് വെച്ചാൽ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് വരുന്നത്. ഷിയാസിക്ക് കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഷിയാസി ആണെന്ന് വെച്ചാൽ സോങ്ങിനോട് നമുക്ക് രണ്ടുപേരും വെള്ളം എടുത്തിട്ട് പോവാ സോങ് യാഹാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് യാഹാൻ അവിടെ നിന്ന് പറഞ്ഞയച്ചു. സോങ്ങിനോട് ഷിയാസി പറയാണ് നിനക്ക് യാഹാൻ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ, നിനക്ക് അറിഞ്ഞൂടെ നാങ്തിങ്ങിനെ നമ്മുടെ യാഹാൻ ഇഷ്ടമാണെന്ന്, അപ്പൊ നിനക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടതും ഒരു നെട്ടലോടുകൂടിയാണ് സോങ് അതിനോട് റിയാക്ട് ചെയ്തത്. സോങ് യാഹാനും നാങ്തിങ്ങിനോട് ഇഷ്ടം അതങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുമ്പോൾ ഷിയാസി അതെന്താ ശരിയായാല് അവൾക്ക് അവനെ ഇഷ്ടമാണ്, അതിന് നിനക്ക് എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോങ്ങിന് സംഭവം യാഹാൻ ഒരു കണ്ണുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് സോങ് ഇപ്പൊ ഇത്രക്ക് അങ്ങനെ ഞെട്ടിക്കുന്നത്. അതിനെ എതിർത്തോണ്ട് സോങ് പറയാണ് അല്ല എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സിയാവോക്കും നാങ്തിങ്ങിനോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് പറയാണ്. അപ്പൊ ഷിയാസിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവാണ്. സിയാവോക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നീ വെറുതെ നോണ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഷിയാസി അവിടെ നിന്ന് പോകുന്നുണ്ട്. സോങ്ങും ഭയങ്കര വിഷമത്തോടുകൂടി അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. ഇപ്പൊ നാങ്തിങ്ങും സിയാവോവും അവളുടെ ഫ്ലാറ്റിലെത്തിയേക്കാണ്. നാങ്തിങ്ങിനെ നിർബന്ധിച്ചുകൊണ്ട് സിയാവോ അവളുടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ സിയാവോനോട് എന്തോ ഇഷ്ടം തോന്നിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവനും ഒന്നും അധികം നിർബന്ധിക്കാതെ തന്നെ സിയാവോന്റെ പിന്നാലെ പോകുന്നുണ്ട്. സിയാവോന്റെ റൂം ഇപ്പൊ ആകെപ്പാടെ മാറിയതൊക്കെ കണ്ടിട്ട് നാങ്തിങ് ഭയങ്കര അത്ഭുതത്തോടുകൂടി നോക്കുന്നുണ്ട്. കുറെ പ്ലെയിനിന്റെയും ഫ്ലൈറ്റിന്റെ ഒക്കെ രൂപങ്ങൾ അവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നാങ്തിങ്ങിനെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. അതുപോലെ നാങ്തിങ്ങിന്റെ ഓരോ ജേണിയും അവള് അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടെ ഫ്രെയിം ചെയ്ത പോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് നാങ്തിങ്ങിന് ആകെ അത്ഭുതമുണ്ട്. കാരണം നാങ്തിങ്ങിന്റെ യാത്രയല്ലേ ഇവളിങ്ങനെ കുറിച്ച് വെച്ചേക്കുന്നത്. എന്നിട്ട് നാങ്തിങ്ങിനോട് ഒരു പേപ്പർ കൊടുത്തിട്ട് ഞാൻ ഏതൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഇതിൽ വരയ്ക്കാൻ പറഞ്ഞിട്ട് നാങ്തിങ് അത് ഒരെണ്ണം വിട്ടു പോവാതെ അതിൽ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ പേപ്പർ തന്നെ നാങ്തിങ്ങിന് സിയാവോ കൊടുത്തിട്ട് ഇനി ഞാൻ എപ്പൊക്കെ യാത്ര പോകുന്നോ അപ്പോൾ ഒക്കെ നിങ്ങൾ ഇതിൽ വരയ്ക്കണം, നിങ്ങളെ സ്റ്റുഡൻറ്റ് എത്രത്തോളം പെർഫോം ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ, അതുപോലെ ഇനി ഒരു ദിവസം ഞാൻ നിങ്ങളെപ്പോലെ ഇതുപോലെ ആകുമെന്ന് പറഞ്ഞിട്ട് നാങ്തിങ്ങിൻ്റെ ആ ജേണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു നല്ല ക്യാപ്റ്റൻ ആവുമെന്ന് പറയുമ്പോൾ നാങ്തിങ്ങിനും അവളോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നാണേ. അവരങ്ങനെ കണ്ണും നോക്കി നിൽക്കുന്ന ടൈമിലാണ് ബോലിയില്ലേ സിയാവോൻ്റെ ആ പെറ്റ്
പോലെയാണെന്ന് വെച്ചാൽ എന്തോ ഒച്ചയും ബഹളം ഉണ്ടാക്കുമ്പോൾ നാങ്തിങ്ങിന് ബോധം വന്നിട്ട് ഞാൻ എന്തായാലും പോട്ടെ എന്ന് പറഞ്ഞ് സിയാവോ കൊടുത്ത് ആ പേപ്പറും കൊണ്ട് നാങ്തിങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. സിയാവോടെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും നടക്കുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നല്ലോ. പക്ഷെ ബോലി വെച്ചെടുത്തോണ്ട് അതൊക്കെ പോയി എന്നുള്ള വിഷമത്തിൽ നാങ്തിങ് പോയതും ബോലിനെ ചെന്ന് നീ എളുപ്പമെല്ലാം നശിപ്പിച്ച് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കേണ്ടതായിരുന്നു, നീ കാരണമല്ല ഇല്ലാതായെന്ന് പറഞ്ഞ് അവളെ കുറേ ചീത്ത പറയുന്നുണ്ട്. ഇപ്പം നാങ്തിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് എല്ലാവർക്കും അറിയാലോ. നാങ്തിങ്ങിനാണെങ്കിൽ ഇപ്പൊ രാത്രി കിടന്നാലും ഉറക്കേയില്ല. ഫുൾ അവൻ ചിന്തിക്കുന്നത് സിയാവിനെ കുറിച്ചായിരുന്നേ. അങ്ങനെ ഈ രാത്രി ഉറക്കില്ലാത്തവനാണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തോ വീടിന്റെ ചുറ്റും എന്തോ നോക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ സിയാവ് കൊടുത്ത മാപ്പില്ലേ, അവൾ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് നാങ്തിങ്ങിനോട് വരച്ചിടാൻ പറഞ്ഞത്. ആ മാപ്പ് എവിടെ ഒട്ടിക്കുന്ന വെച്ചിട്ടാണ്. അങ്ങനെ അവൻ കാണുന്ന ഒരു നല്ലൊരു പ്ലേസിൽ തന്നെ അവൻ അത് ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം സോങ് ആണെന്ന് വെച്ചാൽ സിയാവോനെ വെയിറ്റ് ചെയ്ത് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. സോങ് സിയാവോ വരണ കണ്ടതും വേഗം പോയി അവളെ പിടിച്ചു വലിച്ചിട്ട് വയ്യോ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാന്ന് പറഞ്ഞ് എന്തോ ഒക്കെ തിന്നാൻ കൊടുക്കുന്നുണ്ട്. അവൾ എന്തോ പറഞ്ഞ് മയക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവന്റെ ഈ പുറപ്പാട്. എന്നിട്ട് സിയാവോനോട് സോങ്സ് പതുക്കെ പറയാണ്, അതെ ഞാനത് കണ്ടെത്തി. അന്നൊരു ദിവസം നാങ്തി പറഞ്ഞിരുന്നില്ലേ പഴയത് പൊക്കോട്ടെ, അതിന് പിന്നാലെ പോണ്ട, പുതിയത് നിനക്കായിട്ട് വരുമെന്ന്. എനിക്കങ്ങനെ പുതിയത് കിട്ടി എന്ന് പറയുമ്പോൾ സിയാവിന് കാര്യം മനസ്സിലാവണ്ടേ. ആരാണ് കക്ഷി, നിനക്ക് ആരാണ് ഇഷ്ടമായ പറ സിയാവ് ഇങ്ങനെ എടുത്തോളം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോങ്സ് പറയാണ്, നിനക്കറിയണ ആൾ തന്നെ. പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നാങ്തിങ്ങിന് യാഹാനെ ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ സിയാവൊക്കെ മനസ്സിലാവാണ് ഇവന്റെ കക്ഷി യാഹാനാണെന്നുള്ള കാര്യം. ഇവിടെ ഫുൾ സപ്പോർട്ട് സിയാവോടെന്ന് വെച്ചാൽ സോങ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് നിനക്ക് തന്നെ അവളെ നീ എന്തായാലും വിടണ്ട, അവൾ എന്തായാലും സ്നേഹിച്ചോ, നിനക്ക് സൂപ്പർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സോങ്ങിനെ ഭയങ്കരമായിട്ട് ധൈര്യം കൊടുക്കുകയാണ്. സോങ് ആണെന്ന് വെച്ചാൽ ഞാൻ നിന്നോട് വേറൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നാങ്തിങ്ങിനോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പതുക്കെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിക്കൊന്നുമില്ല, അവനിപ്പോൾ ആരാ ഇഷ്ടപ്പെടാത്ത എന്ന് വെച്ചിട്ട് നീ ഇതാരോട് പറഞ്ഞു നടക്കാൻ നിൽക്കണ്ട്, നാങ്തിങ്ങിൻ്റെ കാര്യം ഞാൻ ഏറ്റതാ എന്നും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുടെ ലൈനും ഇപ്പം സെറ്റ് ആയേക്കണേ. യഹാനെ സെറ്റാക്കാൻ വേണ്ടി സിയാവോ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. സിയാവോനോട് നാങ്തിങ്ങിനെ സെറ്റാക്കാനായിട്ട് സോങ്ങിനോടും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോളാൻ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസഹായം ചെയ്യാണ്. കാരണം എന്താന്ന് വെച്ചാൽ യഹാൻ ഒഴിവായാലേ സിയാവോക്ക് നാങ്തിങ്ങിനെ കിട്ടുള്ളൂ, നാങ്തിങ് ഒഴിവായാലേ സോങ്ങിന് യഹാനെ കിട്ടുള്ളൂ. എല്ലാം കൂടി ഇപ്പൊ തകിടം മറിഞ്ഞിരിക്കുകയാണ്. സിയാവോ നാങ്തിങ് കൂടി ഇന്നൊരു ഫ്ലൈറ്റിലാണ് പോകുന്നത്. അത് ഏത് ഫ്ലൈറ്റ് ആണെന്ന് വെച്ചാൽ സിയാവോന് ആക്സിഡന്റ് പറ്റിയില്ലേ, ലിറ്റിൽ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫ്ലൈറ്റ് മാനേജർ നീ ശരിയാക്കിക്കൊണ്ടിരുന്നത് അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടപ്പനായിട്ട് അത് തിരിച്ച് കൊണ്ടുവന്നേക്കാണ്. ആ ഫ്ലൈറ്റിലാണ് ഇപ്പൊ സിയാവോ പോകാനിരിക്കുന്നത്. മാനേജർ നീ ആണെന്ന് വെച്ചാൽ ഡയറക്റ്റ് സിയാവോനോട് വന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ ലിറ്റിൽ ക്യൂനെ ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട്, ഇനിയല്ല നിന്റെ കയ്യിലാ, നീ നന്നായി തന്നെ ഓടിക്കണം, നിനക്കിനി ഇതൊരു ചാൻസ് ആണെന്നൊക്കെ പറഞ്ഞ് അവളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് അവൾ ആ ഫ്ലൈറ്റ് എടുത്ത് പോകുന്നു. ഷിയാസി എന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര യൂട്യൂബർ ഒക്കെ അല്ലേ, യൂട്യൂബർ മീൻസ് അവിടുത്തെ ഇങ്ങനെ ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരാളായിട്ട് മാറിയേക്കാണ്, സെലിബ്രിറ്റി ആയിട്ട് മാറിയേക്കാണ് ഇപ്പൊ ഷിയാസി. അവളെന്ന് വെച്ചാൽ എത്രയോ സബ്സ്ക്രൈബേഴ്സ് അതിന്റെ സന്തോഷത്തിൽ എല്ലാ എയർ ഹോസ്റ്റസിനും കേക്കൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കുശുമ്പിയായ പെണ്ണില്ലേ, അവൾക്ക് എല്ലാത്തിനും ഒരു കുശുമ്പുണ്ടല്ലോ. അവള് വന്നിട്ട് ഷിയാസിനെ കുത്തുന്ന പോലെ, ഓ നിനക്കിപ്പോ ഭയങ്കര ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു എയർ ഹോസ്റ്റസ് ഒന്നും ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല, നീ വല്ല ഫുഡ് ഡെലിവറി ചെയ്യാൻ പോവേ അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല പരിപാടി ചെയ്യേ, അതൊക്കെ ആയിരിക്കും നല്ലത്, നിനക്ക് കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് മൂഡൗട്ട് ആവാണേ. യഹാനൊക്കെ ഈ കുശുമ്പിയായ പെണ്ണി നോക്കിയിട്ട് ഇപ്പോൾ എന്തായി പറയുന്നതെന്നുള്ള മട്ടി നോക്കിക്കുമ്പോൾ ഷിയാസി പക്ഷെ അത് പോസിറ്റീവായി എടുത്തിട്ട് ശരിയാ നീ പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വരുമാനം കിട്ടൂലേ, അപ്പൊ അങ്ങനത്തെ ഒരു ചാനലും കൂടി തുടങ്ങാം, അപ്പൊ ഈ ഫുഡിന്റെ ഒരു ചാലഞ്ച് തുടങ്ങാം, എല്ലാം കൂടി എനിക്ക് ഡബിൾ വരുമാനമാണെന്ന് പറഞ്ഞിട്ട് അത് അവള് പോസിറ്റീവായി എടുത്തിട്ട് ഒരു വലിയ പീസ് കേക്ക് ഈ കുശുമ്പിക്ക് കൊടുക്കുന്നുണ്ട്. അവൾക്ക് എന്താ വെച്ചാൽ ഇതെല്ലാം കൂടി ആയിട്ട് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഷിയാസിക്ക് ഇപ്പൊ എന്തിനാണ് ഫോളോവേഴ്സ് കൂടിയെന്ന് വെച്ചാൽ അന്ന് ആ ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉണ്ടായപ്പോ ആ സിനിമ നടൻ സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ടാണ് അവനക്ക് ആക്സിഡന്റ് പറ്റിയതും കഴുത്തുളുക്കിയെന്നുള്ളൊരു ആനിമേഷൻ വീഡിയോ അവൾ ഉണ്ടാക്കി അവളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. ആ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഷിയാസിക്ക് ഭയങ്കരമായിട്ട് ഫോളോവേഴ്സിന് കിട്ടി. ഇപ്പൊ ആ വീഡിയോ കാരണം ഈ ലൂച്ചോ എയർപോർട്ടിൽ ഒരു നല്ല പേരായേക്കാണ്. സിയാവ് ചെയ്തതൊന്നും കുറ്റല്ല, ആ സിനിമ നടൻ സീറ്റ് ബെൽറ്റ് ഇടാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള രീതിയിൽ ആ വീഡിയോ ലൂച്ചോ എയർപോർട്ടിന്റെ പേര് തിരിച്ചെടുക്കാണ്. അതെന്ന് വെച്ചാൽ മീറ്റിംഗിൽ വലിയൊരു ചർച്ചയായി ലൂച്ചോ എയർപോർട്ടിന്റെ വലിയ ആളായ സൂ എന്ന് വെച്ചാൽ ആ എയർ ഹോസ്റ്റസിന് വിശ്വസൊക്കെ പറയുന്നുണ്ട്. അതായത് ഷിയാസ് ചെയ്തത് നല്ല കാര്യമാണെന്നും അതുകൊണ്ട് ഇപ്പൊ നമ്മളെ ലൂച്ചോ എയർപോർട്ടിന് നല്ല പേരാണെന്നൊക്കെ പറഞ്ഞ് ഷിയാസിനെ പുകഴ്ത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ആ ലൂച്ചോ എയർപോർട്ടിൽ ലേഡി പൈലറ്റ് വേണോ, ഒരു പെൺ പൈലറ്റ് വേണോ, ഇനി ആരെങ്കിലും റിക്രൂട്ട് ചെയ്യണോ, ആരെങ്കിലും ഇതിലേക്ക് എടുക്കണോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ടാണ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജിയാങ് ഇപ്പോഴും അതിനെതിരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ സൂ
എന്ന് വെച്ചാൽ പറയാണ് ഒരു കാര്യം ചെയ്യ്, എല്ലാം കൂടി ഒന്ന് അനലൈസ് ചെയ്യ്. എത്ര ലേഡി പൈലറ്റ് ഇപ്പൊ പൈലറ്റ് ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എത്ര കഴിവുള്ളവരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ പറയാണ്. എന്നിട്ട് സൂ തന്നെ ആ ഡ്യൂട്ടി നാങ്തിങ്ങിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ചെയ്യാങ്ങനെന്ന് വെച്ചാൽ നാങ്തിങ്ങിനോട് ഈ ഡ്യൂട്ടി ഏറ്റെടുക്കണം. ഇങ്ങനെ കുറെ റിപ്പോർട്ടുകൾ 10 വർഷത്തെ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് എത്ര ലേഡി പൈലറ്റ് വർക്ക് ചെയ്തിട്ട് അവരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ എന്താണുള്ളത് കുറിക്കാൻ പറഞ്ഞു. അപ്പൊ നാങ്തിങ് അതിനുവേണ്ടി 1 മാസം സമയം കൊടുക്കുന്നുണ്ടെങ്കിലും ജിയാങ് 1 മാസം സമയമില്ല, അത് ഭയങ്കരമായിട്ട് കൂടിപ്പോയി, ഒരാഴ്ച കൊണ്ട് എല്ലാം ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് കുശുമ്പോടുകൂടി പറഞ്ഞയക്കുമ്പോൾ നാങ്തിങ്ങും 1 മാസം കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും ഓക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ ചെയ്യാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്ന് രാത്രി സിഹാവോ അവളുടെ ഫ്ലൈറ്റ് ഒക്കെ കഴിഞ്ഞ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് സോങ് ആരോ ഭയങ്കര ധൃതിയിൽ വിളിച്ചോണ്ട് പോകുന്നത് കാണുന്നത്. അവനാണെന്ന് വെച്ചാൽ നാങ്തിങ്ങിനാണ് വിളിച്ചിരുന്നത്. നാങ്തിങ്ങിനോട് അതൊന്നും കുഴപ്പമില്ല ഞാൻ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നാങ്തിങ് അങ്ങ് സമ്മതിക്കാണ്ട് ഫോൺ കട്ട് ചെയ്യാം. എന്താണ് കാര്യം എന്ന് സിയാവോ വന്ന് തിരക്കുമ്പോഴാണ് അവൻ പറയുന്നത് നാങ്തിങ്ങിന് ജിയാങ് എന്തോ വലിയൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരാഴ്ച കൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കണം എന്നാ പറഞ്ഞത്. പക്ഷെ നാങ്തിങ്ങിനോട് ഞാൻ എത്ര പറഞ്ഞിട്ടും എന്നോട് നിൽക്കേണ്ട ആൾ ഒറ്റക്ക് തന്നെ ചെയ്തുകൊണ്ട് എന്നോട് പോയി കിടന്ന് ഉറങ്ങാനാ പറയുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കേണ്ട താമസം സിയാവോ എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു എന്നാ ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് നാങ്തിങ്ങിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ നാങ്തിങ്ങിനോട് ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ട് ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കാനിരിക്കും, സോങ് നാളെ ഫ്ലൈറ്റ് ഉള്ളതല്ലേ, എനിക്ക് മറ്റന്നാളെ ഫ്ലൈറ്റ് ഉള്ളൂ, അപ്പൊ എനിക്ക് ഉറങ്ങാനുള്ള ടൈം ഉണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ്. നാങ്തിങ് അപ്പൊ ഒരു കോമഡി രൂപത്തിൽ ഹെൽപ്പ് ചെയ്യണമൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ ഇതിന് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ചെയ്യില്ല എന്ന് പറയാണ്. അപ്പൊ സിയാവ് ജീവിച്ചിട്ട് ഒന്നും ചെയ്യാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് നാങ്തിങ് എന്തോ ഒരു ബുക്കിൽ നോക്കിയിട്ട് ലേഡി പൈലറ്റിന്റെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് കുറെ ബുക്ക് എടുത്തോണ്ട് സിയാവും കൊണ്ടുപോയി നോക്കുന്നുണ്ട്. സോങ് അന്നേരം സിയാവോനെ നാങ്തിങ്ങിന് ഒറ്റക്കിട്ട് പോവല്ലേ, അവ ഭയങ്കര സന്തോഷത്തിൽ എന്നാ ഓക്കെ ഞാൻ പോവാണ്, ഞാൻ നാളെ വരാന്ന് പറഞ്ഞ് അവനവിടെ നിന്ന് പോകുന്നുണ്ട്. സിയാവ് ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി തന്നെ നാങ്തിങ്ങിന്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. നാങ്തിങ്ങിനാണെന്ന് വെച്ചാൽ സിയാവ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ കണ്ടിട്ട് അവളോട് വീണ്ടും വീണ്ടും ഇഷ്ടം കൂടുന്നുണ്ട്, അവളെ തന്നെ നോക്കിക്കുന്നുണ്ട്. ഷിയാസിന്റെ ഫ്ലൈറ്റ് കഴിഞ്ഞ ടൈമിലാണെന്ന് വെച്ചാൽ അവൾ എല്ലാ എയർ ഹോസ്റ്റസിനെയും നൈസ് ആയിട്ട് ഒഴിവാക്കിയിട്ട് അവൾ അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ആ ടൈമിൽ അവൾ ഭയങ്കര കൂളായിട്ടിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മാനേജറായി അത് കാണുന്നുണ്ട്. അവൾ വന്നിട്ട് നിനക്ക് പോകാനായില്ലേ, എല്ലാവരും നിന്നെ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, വേഗം പോകാൻ പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ട് ഷിയാസിനെ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. അങ്ങനെ ലുച്ചു എയർപോർട്ടിൽ വന്നിറങ്ങിയ ഷിയാസിനോട് മാനേജറായി പറയാണ് നീ ഇപ്പൊ ഭയങ്കര സെലിബ്രിറ്റി ആയി എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യ്, നീ ഇനി എന്തായാലും PR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ പറയാണ്. അതായത് പബ്ലിക് റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെന്റിലും പാർട്ട് ടൈം ആയിട്ട് ഈ ലുച്ചു എയർപോർട്ടിൽ തന്നെ വർക്ക് ചെയ്തോളാൻ പറയാം. ഇങ്ങനെ വീഡിയോ എടുക്കുന്ന പരിപാടി, അതായത് എയർപോർട്ടിനെ കുറിച്ചൊക്കെ വീഡിയോ എടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഷിയാസയ്ക്ക് ഭയങ്കര സങ്കടമാണ്, വിചാരിക്കാണ് എയർ ഹോസ്റ്റസിന്റെ വർക്ക് ചെയ്ത് പുറത്താക്കിയിട്ട് ഈ വർക്ക് ചെയ്തോളാൻ പറയാറ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, പക്ഷെ എനിക്ക് ഈ ജോലി ഭയങ്കര ഇഷ്ടം, എന്നെ പുറത്താക്കരുതെന്നൊക്കെ പറയുമ്പോൾ മാനേജറായി പറയാണ് അതല്ല ഉദ്ദേശിച്ചേ, ഇന്ന് നിന്റെ വാക്കിനൊക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചത്, അതുകൊണ്ട് തന്നെ നിന്റെ കഴിവിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നീ PR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കമ്പനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ നീ എയർ ഹോസ്റ്റസ് ആയിട്ട് വരണം, നിന്റെ യാത്രയൊക്കെ കുറച്ച് നിനക്ക് ഇതിനുള്ള സമയം കൂടി ഞങ്ങൾ കണ്ടെന്ന് പറയാം. അത് കേട്ടത് ഷിയാസിക്ക് ഭയങ്കര സന്തോഷമായി. മാനേജറായിയുടെ കൈ പിടിച്ച് കുലുക്കിയിട്ട് താങ്ക് യു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാനേജറായി കൈ വലിച്ചെടുത്തിട്ട് ഓക്കെ എന്തായാലും നീ കഴിവിന്റെ പരമാവധി ശ്രമിക്കണമെന്ന് ഇതൊരു ഗൗരവത്തോടെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. മാനേജറായി ഷിയാസിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കാണ്, കാരണം അവള് വിജയിച്ച് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പൊ രാവിലെ ടൈമായി, ഈ ടൈമായിട്ട് നാങ്തിങ്ങിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിയാവോ. ഇനിയും കുറെ പേപ്പേഴ്സ് ഒക്കെ നോക്കാനുണ്ടെങ്കിലും നാങ്തിങ് പറയാണ് എന്തായാലും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല, എന്തായാലും പൊക്കോളാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ സിയാവോനെ നാങ്തിങ് കൊണ്ടുവന്നാക്കി തരാന്ന് പറഞ്ഞ അവർ രണ്ടുപേരും നാങ്തിങ്ങിന്റെ കാറിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാങ്തിങ് എന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര ടയേർഡ് അല്ലേ, അതുകൊണ്ട് ഡ്രൈവ് ചെയ്താൽ ആപത്തെന്ന് അറിയാവുന്നതുകൊണ്ട് അവന് ഒരു ഡ്രൈവറിനൊക്കെ ഏർപ്പാടാക്കിയത്. അത് കണ്ടതും സിയാവോന് ഇത്ര കെയറിങ് ഉള്ള നാങ്തിങ്ങിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നിങ്ങൾ എന്നാലും ഭയങ്കര ജീനിയസ് ആണെന്നൊക്കെ പറഞ്ഞ് സിയാവോ നാങ്തിങ്ങിനെ തന്നെ നോക്കിക്കുമ്പോൾ നാങ്തിങ് അവളുടെ പെട്ടി വാങ്ങിയിട്ട് ഡിക്കിയുടെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. ഷിയാസിയുടെ ഇപ്പൊ ഫുൾ മൈൻഡ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു നല്ല വീഡിയോ എടുക്കണം, എന്നിട്ട് വീഡിയോ ഇടണം എന്നുള്ള കാര്യത്തിലാണ്. അവൾ ഇപ്പം എന്ന് വെച്ചാൽ യാഹനെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എയർ ഹോസ്റ്റസിന്റെ കഷ്ടപ്പാടും അവർക്ക് ഓരോ ഡയറ്റ് ഉള്ളതുകൊണ്ട് ഇന്ന ഫുഡ് കഴിക്കാൻ പറ്റൂല, ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിയാണ് അവർ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവള് എയർ ഹോസ്റ്റസിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി സിയാവിന്റെ നാങ്തിങ്ങിന്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഓരോ കോളേജിലേക്ക് വിളിച്ചിട്ട് ഏവിയേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസ് എത്രത്തോളം പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് സിയാവ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കോളേജ് യൂണിയനൊക്കെ ആയിട്ട് കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നാങ്തിങ്ങിന് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നാണ്. നാങ്തിങ് അവളെ തന്നെ ഇങ്ങനെ ഇമ വെട്ടാതെ നോക്കിക്കുമ്പോൾ പെട്ടെന്ന് സിയാവ് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എന്നിട്ട് എന്താ എന്നെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നാങ്തിങ് ഒന്നുമില്ല നിന്റെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവള് ഇപ്പം എല്ലാം ആയി, എല്ലാവരും ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇപ്പം എല്ലാ റിപ്പോർട്ടും റെഡി ആയിട്ട് അവരിയ്ക്കുകയാണ്, ഇനി അത് ജിയാങ്ങിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് സോങ്ങും നാങ്തിങ് കൂടി ഇവരുണ്ടാക്കിയ ഈ റിപ്പോർട്ടും കൊണ്ട്
മീറ്റിംഗ് റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പോസിറ്റീവായ രീതിയിൽ പൈലറ്റ് ആയിട്ട് പെണ്ണുങ്ങൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവരുടെ കഴിവ് ഭയങ്കര ബ്രില്യന്റ് ആയിരിക്കും. ഇപ്പൊ സിയാവോനെ തന്നെ നോക്കിയാൽ നമുക്കറിയാം, ഒരു ആൺ പൈലറ്റിനെക്കാളും എന്തുകൊണ്ടും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സിയാവോണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നാങ്തിങ്ങിന്റെ ലാസ്റ്റത്തെ നിഗമനം ലേഡി പൈലറ്റിനെ തന്നെ എടുക്കാനുള്ളത്. ജിയാങ് അപ്പൊ അതിന് സമ്മതിച്ചെങ്കിലും അവൻ വേറെ റിസർച്ച് ചെയ്തു. അതിൽ നിന്ന് മനസ്സിലാക്കിയത് വേറെ എയർപോർട്ടിലൊന്നും ലേഡി പൈലറ്റ് അധികമില്ല, ആണുങ്ങളുള്ളതിന്റെ ഒരു 5% പോലും പെണ്ണുങ്ങളില്ല. അത് എന്തുകൊണ്ടാണ്? അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എയർപോർട്ടിലും അത് നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും സൈലന്റ് ആവാണ്. അതിനുള്ള മറുപടി നാങ്തിങ്ങും കൊടുക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ഒപ്പീനിയൻ തന്നെ ആയിട്ട് മുന്നോട്ട് പോവാണ്, ലേഡി പൈലറ്റ് വേണ്ടാന്ന് പറഞ്ഞ് മീറ്റിംഗ് പിരിച്ചുവിടും. സിയാവോണെന്ന് വെച്ചാൽ ഈ മീറ്റിംഗ് നടക്കുന്ന റൂമിന്റെ പുറത്ത് നിന്നിട്ട് എന്താവും ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സോങ് സിയാവനോട് വന്നിട്ട് നമ്മുടെ റിപ്പോർട്ടൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷെ ജിയാങ് സമ്മതിക്കുന്നില്ല, ലേഡി പൈലറ്റുകളൊന്നും വേണ്ടാന്നാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സിയാവോന് നല്ല സങ്കടം ആവുന്നുണ്ട്. അവള് നാങ്തിങ്ങിനെ കാർ പാർക്കിംഗ് ഏരിയ പോയി നോക്കുമ്പോൾ നാങ്തിങ്ങും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് അവൾക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. പെട്ടെന്നാണ് എന്തോ ഒരു പ്രോഗ്രാമിന്റെ ഒരു നോട്ടിഫിക്കേഷൻ സിയാവോന് വരുന്നത്, കോളേജിലൊക്കെ, ഏവിയേഷൻ കോളേജിലൊക്കെ. അത് കണ്ടത് സിയാവോന് എന്തോ ഒരു ബുദ്ധി ഒതുക്കിയാണ്. പിറ്റേ ദിവസം ഏതോ ഒരു പാർക്കിലേക്ക് സിയാവോ നാങ്തിങ്ങിനെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. സിയാവോ എന്ന് വെച്ചാൽ ഈ കോളേജിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ കോളേജിൽ പോയിട്ട് നാം എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തിട്ട് ഫീമെയിൽ പൈലറ്റിന്റെ എല്ലാ വാല്യൂസും പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ എല്ലാ കമ്പനീസും ഫീമെയിൽ പൈലറ്റിന് എടുക്കുമെന്നും നമുക്ക് അതിനോട് മാറ്റം വരുത്താൻ പറ്റുന്ന നാങ്തിങ്ങിനും അത് നല്ല ഐഡിയ ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പിരിയാൻ നേരത്ത് സിയാവോണെന്ന് വെച്ചാൽ എന്തോ കുരുട്ട് ബുദ്ധി ആലോചിച്ചുകൊണ്ട് നാങ്തിങ്ങിനോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ പിന്നെ വീട്ടിൽ ചെന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടി ആയിട്ട് നാങ്തിങ് ഞാൻ എന്ത് ചെയ്യാനാ, വീട്ടിൽ പോയിട്ട് ഇനി കുക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ സിയാവോ അപ്പൊ തന്നെ എനിക്കും അത് കുക്ക് ചെയ്യണം, അപ്പൊ നമ്മൾ രണ്ടുപേരും കുക്ക് ചെയ്യണമല്ലേ എന്ന് പറയാണ്. അവള് നാങ്തിങ്ങിന്റെ വീട്ടിലേക്ക് അവളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവള് പറയാണ്, എന്റെ വീട്ടിൽ എന്തോ പച്ചക്കറി ഇല്ലാന്നാ തോന്നുന്നതെന്ന് പറയുമ്പോൾ നാങ്തിങ് എന്നാ ഒരു കാര്യം ചെയ്യ്, പച്ചക്കറി വെക്കണ്ട, വേറെ എന്തെങ്കിലും വെക്കാൻ പറഞ്ഞിട്ട് അവ പോവാൻ നോക്കാണ്. അപ്പൊ സിയാവോ വീണ്ടും അല്ല എൻ്റെ വീട്ടിൽ ഗ്യാസ് ഇല്ലാന്നാ തോന്നുന്നു എന്ന് പറയുമ്പോൾ നാങ്തിങ് ഫോൺ എടുത്തിട്ട് ഗ്യാസ് ഓർഡർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ സിയാവോ നാങ്തിങ്ങിന്റെ കൈ കയറി പിടിച്ചിട്ട് അയ്യോ വേണ്ടാന്ന് പറയുമ്പോൾ നാങ്തിങ് അവൾക്ക് എന്താ ഗിൽറ്റി, അവൾക്ക് എന്താ നാണം ഫീൽ ചെയ്തിട്ട് അവൻ കൈ വലിച്ചെടുക്കുന്നുണ്ട്. സിയാവോ അപ്പൊ നാങ്തിങ്ങിന്റെ മുഖത്തേക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് ഗ്യാസും വേണ്ട ഒന്നും വേണ്ട, എല്ലാം വായിച്ചാൽഞ്ഞേക്ക്, ഗ്യാസും വേണ്ട ഒന്നും വേണ്ട, ഞാൻ തന്നെ പോയി കുക്ക് ചെയ്ത് തിന്നോണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ തിരിഞ്ഞു നടക്കുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ പേർത്തോണ്ടാണ് പോകുന്നത്. ഈ പൊട്ടൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, ഇതിനെങ്ങനെ ഞാൻ വളയ്ക്കാനാണ് ഗ്യാസ് ഓർഡർ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിയാസ് ഇപ്പൊ രാവിലെ എനിക്ക് ഒരു മൂടില്ലാണ്ട് പല്ലേച്ചുകൊണ്ടിരിക്കുന്ന സോങ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒളിച്ചുന്നുണ്ട്. സോങ് എന്ന് വെച്ചാൽ തലങ്ങും വലങ്ങുന്ന് പല്ലേച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊരു ബനിയനൊക്കെ ഇട്ടിട്ട്. അവനത് കാണുമ്പോൾ തന്നെ നീ എന്തിനിപ്പോ എന്റെ വീഡിയോ എടുക്കാന്ന് ചോദിക്കുമ്പോൾ ഷിയാസി അല്ല, ഞാനെപ്പോഴും എന്റെ വീഡിയോസിൽ പെണ്ണുങ്ങളെ മാത്രമല്ല കാണിക്കാറ്, അതുകൊണ്ട് ഒരുപാട് ആണുങ്ങളുണ്ട് എനിക്ക് ഫ്രണ്ട്സ്, നിന്നെ പോലത്തെ ഒരു ഹാൻസം ബോയിനെ ഇങ്ങനെ ബനിയനൊക്കെ ട്രൗസറൊക്കെ ഇട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ലേഡീസും ഫ്രണ്ട്സ് ആയിട്ട് വരും, അതിന് വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ സോങ്സോ എന്നാ പിന്നെ ഞാൻ ഒരുങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ ഓടുന്നുണ്ട്. പക്ഷെ ഷിയാസി വിടാതെ ഒരുങ്ങൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കാണാനാ ഭംഗി എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോങ് അപ്പോൾ ഭയങ്കരമായിട്ട് പോസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് സോങ്ങിന്റെ ഫോണിലേക്ക് അവൻ്റെ അമ്മ വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് വാവി എന്നാണ് വിളിക്കുന്നത് ഫസ്റ്റ് തന്നെ. അത് ഷിയാസി കേൾക്കുമ്പോൾ തന്നെ അവൻ സ്പീക്കർ മാറ്റിയിട്ട് നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഏതോ അവൻ്റെ ഒരു കസിനെ കല്യാണം കഴിക്കുന്നുണ്ടെന്നോ ഇവനോട് കല്യാണം കഴിക്കണമെന്നോ എന്തോ ഒക്കെ പറഞ്ഞിട്ടാണ് അമ്മ വിളിക്കുന്നത്. അവൻ ആ ഫോണും കൊണ്ട് നേരെ റൂമിലോട്ട് പോകുന്നുണ്ട്. ഷിയാസി അപ്പൊ വാവ ഇത്ര വലിയ വാവനെ ഞാൻ ആദ്യമായിട്ട് കാണാന്ന് പറഞ്ഞ് സോങ്സിനെ കളിയാക്കുന്നുണ്ട്. അവിടെ സിംഗട്ട് ചെയ്തിട്ട് ഇപ്പൊ സോങ്ങും കൂടി അവരുടെ ഫ്ലൈറ്റിൽ കോക്പിറ്റിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പിന്നാലെ ഷിയാസിയും വരുന്നുണ്ട്. അവൾക്ക് എല്ലാത്തിനുള്ള അനുവാദം കിട്ടിയാലോ, ഇപ്പോൾ അവൾ പബ്ലിക് റിലേഷൻഷിപ്പിലും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ കോക്പിറ്റിന്റെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അവൾ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ സോങ്സും ഇതിക്കൊന്നും കയറാൻ പറ്റില്ല, പുറത്തുക്കോ എന്ന് പറഞ്ഞ് അവളെ തള്ളി പറഞ്ഞേക്കുമ്പോൾ പ്ലീസ് ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടെ, നല്ല കുട്ടിയല്ലേ, അമ്മയുടെ വാവല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇരിക്കുമ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട് നീ ഒന്നും കൊടുക്കണ്ട മൊയ്യാക്ക് പുറത്തു പോടിയെന്ന് പറഞ്ഞിട്ട് അവളെ വീണ്ടും പുറത്താക്കാൻ നോക്കുമ്പോൾ അവള് എന്താണ് നീ എൻ്റെ സഹോദരനെ പോലെയല്ല ചേട്ടാ എന്ന് പറയുമ്പോൾ അവൻ അതി വീഴാണ്. എന്നാ ഓക്കെ കുറച്ചേരം എടുത്തോന്ന് പറഞ്ഞ് സോങ്സ് അവന്റെ സീറ്റിൽ വന്നിരിക്കുന്നുണ്ട്. റിയാവ് ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് അവൾ അങ്ങനെ ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോഴാണ് യാഹൻ അവിടെ വരുന്നത്. യാഹനെ കാണുമ്പോൾ തന്നെ സോങ്സ് അങ്ങനെ കള്ളി ചിരിയിലിക്കുന്നുണ്ട്. സോങ്സ് അങ്ങനെ വേണ്ടിയിട്ടുള്ള ഫുഡും കൊണ്ടാണ് യാഹൻ വരുന്നത്. യാഹൻ അത് സോങ്സ് അങ്ങനെ നീട്ടുമ്പോൾ അവൻ പതുക്കെ എനിക്കാണ് കൊണ്ടുതരുന്നത്, ക്യാപ്റ്റനും കൊടുക്കുക സൈക്കിൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ യാഹൻ ഭയങ്കര സ്നേഹത്തോടു കൂടി നീ ഇത് കഴിക്കി ഞാൻ കൊടുത്തോണ്ട് സോങ്സ് അങ്ങനെ ഫുഡ് കൊടുക്കും. അതും കൂടി ആയപ്പോൾ സോങ്സ് അതിൽ അങ്ങോട്ട് വീണ് പോവാണ്. സൈക്കിൾ എന്ന് വെച്ചാൽ യാഹൻ എന്തോ ഒരു ഗുളിക മാനേജറായി തന്നയച്ചതാണെന്നും ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് തരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. മാനേജർ സൈയും ഭാര്യയും ഭർത്താവാണെന്നുള്ള കാര്യം സോങ് അറിയായിരുന്നു. അപ്പൊ സോങ് ഇപ്പൊ യാഹനെ കണ്ടിട്ടുണ്ടല്ലോ. രണ്ടുപേരും പൈലറ്റും എയർ ഹോസ്റ്റസ് ആണ്. ഇവര് രണ്ടുപേരും ഇപ്പൊ പൈലറ്റും എയർ ഹോസ്റ്റസും തന്നെയല്ലേ. അപ്പൊ ആ ഒരു ലവില് സോങ് ഇൻട്രസ്റ്റ് ഉണ്ടാവൂലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൈനോട് നിങ്ങളുടെ ലൈഫ് ഭയങ്കര സൂപ്പർ ആയിരിക്കും അല്ലേ, ഒരു ഫ്ലൈറ്റ് ലൈഫ്, ഒരാൾ എയർ ഹോസ്റ്റസും ഒരാള്
പൈലറ്റും നല്ല രസമായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ സ്വപ്നം കാണുമ്പോൾ സായി പറയാണ് വലിയ രസമൊന്നുമില്ല, ഞാൻ ചൈനയിലാണെങ്കിൽ അവള് ജപ്പാനിൽ, ഞാൻ ജപ്പാനിലാണെങ്കിൽ അവള് ചൈനയിൽ, ഇങ്ങനെ ഇരിക്കും, ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ തന്നെ ഒരു ടൈമും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സോങ്സ് എന്നാലും ഓരോരുത്തരുടെ ഡ്യൂട്ടി അവരവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, എത്രയൊക്കെ തിരക്കുണ്ടെന്ന് അവർക്ക് അറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സായി എന്താണ് അപ്പൊ ഇവിടെ ഒരു എയർഹോസസിനെ കണ്ടുവച്ചിട്ടുണ്ടെന്നാൽ തോന്നല്ലോ എന്ന് പറഞ്ഞ് സോങ്സ് അങ്ങനെ കളിയാക്കുന്നുണ്ട്. സോങ്സ് അതിന് പ്രത്യേകിച്ച് മറുപടി പറയാതെ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് യാഹാനെ തന്നെ ഓർത്ത് നിൽക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഷിയാസിലെ നീണ്ട ഒരു കൂർക്കമലി സോങ് കേൾക്കുന്നത്. അപ്പൊ തന്നെ മുഖം ചലിച്ചുകൊണ്ട് സോങ്സ് പിന്നിലേക്ക് തന്നിട്ട് ഓ ഈ കുരുപ്പ് എന്ന് പറഞ്ഞിട്ട് സിയാവോനെ ഒച്ചെടുത്ത് പേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ തന്നെ സിയാവോ ഞെട്ടി എണീച്ചിട്ട് സോങ്സോന്റെ കയ്യിലിരിക്കുന്ന ഫുഡിൽ കൂക്കിയിട്ട് നിനക്ക് മാത്രം ഫുഡുള്ളൂ എനിക്ക് ഫുഡില്ലേ എന്ന് ചോദിക്കുകയാണ്. നാങ്തിങ്ങും സിയാവും കൂടിയിട്ട് അവർക്ക് വേണ്ട സ്പീച്ച് ഇല്ലേ, അതായത് നാങ്തിങ്ങിനെ ആ സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് പോലെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. നാങ്തിങ്ങും സിയാവെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ രണ്ടുപേരുടെ അഭിപ്രായങ്ങളും തമ്മിൽ ഒട്ടും ചേരില്ലല്ലോ, അവരങ്ങനെ തല്ലാവുന്നുണ്ടേ. ഇതൊന്നും വേണ്ട, ഇതൊന്നും ശരിയാവില്ല എന്ന് നാങ്തിങ് പറയുമ്പോൾ ഇതൊക്കെ മതി, ഇതൊക്കെ ശരിയാവുന്നു സിയാവും പറഞ്ഞ് അങ്ങനെ തല്ലു പിടിക്കുകയാണ്. നാങ്തിങ് അപ്പോൾ എൻ്റെ സ്പീച്ചല്ല ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നീ ഇടപെടണ്ട, നീ പൊക്കോ എന്ന് പറയുമ്പോൾ അവള് അത് ശരിയാ നിന്റെ സ്പീച്ചാ നീ തന്നെ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. നാങ്തിങ് ഇപ്പൊ തന്നെ സിയാവോ എണീറ്റ് പോകുന്നത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് നാങ്തിങ് അവിടെ കണ്ണിട്ട് ഒന്ന് സിയാവിനെ നോക്കുന്നുണ്ട്. പക്ഷെ അവള് തിരിഞ്ഞ് നോക്കാതെ പോവാണ്. സിയാവോ ഈ ടൈമിലാണെന്ന് വെച്ചാൽ ക്യാൻറ്റീനിൽ പോയിട്ട് സോങ്സോങ്ങിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോങ്സോങ് വന്നപ്പോൾ തന്നെ നിന്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് അവനവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. അവനക്ക് എന്തോ ഡാൻസർ ആവാനാണ് ഇഷ്ടമെന്നോ അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവനക്കെന്തോ ഡാൻസർ ആവാനായിരുന്നു ആദ്യം ഇഷ്ടം. പിന്നെ കുടുംബത്തിന്റെ സാമ്പത്തിക നില അനുസരിച്ച് ഡാൻസർ ആയിട്ടുണ്ടെങ്കിൽ കുത്തുവാളെടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ സോങ് പൈലറ്റ് എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അവൻക്ക് ഒട്ടൊരു പ്രതീക്ഷയില്ലാത്ത ഫീൽഡായിരുന്നു ഈ പൈലറ്റ്. പക്ഷെ അവൻ എങ്ങനെയൊക്കെ അത് വാങ്ങിയെടുത്തു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സോങ്സ് ഒരു ഡയലോഗ് പറയാണ്, നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ, അത് നമ്മൾ ആദ്യം ജീവിക്കാൻ വേണ്ടി മാറ്റി വെക്കുക, എന്നിട്ട് നമ്മുടെ പ്രൊഫഷനിലേക്കൊക്കെ തിരിയുക, അതാ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ സിയാവ് അപ്പോൾ എന്തോ ഒരു ബൾബ് കത്തിയ പോലെ സോങ് നീ എന്തായാലും ഭയങ്കര ജീനിയസ് ആടാ, താങ്ക് യു എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. അവൾക്ക് എന്തോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, അതാണ് അങ്ങനെ ഓടി പോകുന്നത്. സോങ് അപ്പൊ നിനക്കെന്നെ എന്റെ ഹെൽപ്പ് എന്തോ വേണമെന്ന് പറഞ്ഞാൽ അത് വേണ്ടേന്ന് ചോദിക്കുമ്പോൾ അവള് എനിക്ക് അത് ഓൾറെഡി കിട്ടിയെന്ന് പറഞ്ഞ് ഓടിപ്പോവാണ്. ഞങ്ങൾക്ക് ഇപ്പൊ രാത്രി ടൈം ആയിട്ടും അവന്റെ ആ സ്പീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനക്ക് ആ സ്പീച്ചിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, എന്തോ അവൻ എത്ര ചെയ്തിട്ടോ അവനക്ക് എന്തോ തൃപ്തിയാവാത്ത പോലെ. പെട്ടെന്ന് അവൻ സിയാവിന്റെ ഫ്ലാറ്റിൽ നോക്കുമ്പോൾ അവിടെ ലേറ്റ് ആകുന്നത് കാണുന്നുണ്ട്. അപ്പൊ തന്നെ സിയാവിനോട് പോയി കിടന്ന് ഉറങ്ങും, നാളെ ഫ്ലൈറ്റ് ഇല്ലാത്തല്ലേ, പിന്നെ ആ ഷോയ്ക്ക് സംസാരിക്കാനായിട്ടും പോകണം, വേഗം ഉറക്കൊളക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ പറയാണ്. സിയാവോ മെസ്സേജ് കണ്ടതും ചിരിച്ചുണ്ട് നാങ്തിങ്ങിന്റെ ഫ്ലാറ്റിന്റെ അവിടേക്ക് നോക്കിയിട്ട് ഓക്കെ ഞാനെന്നാ ഉറങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. സിയാവോ ലൈറ്റ് ഓഫ് ചെയ്തെന്ന് മനസ്സിലാക്കിയ നാങ്തിങ് ആണെന്ന് വെച്ചാൽ അവന് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷെ സിയാവോ നാങ്തിങ് പോണ വരെ അവിടെ ഒളിച്ച് നിൽക്കായിരുന്നേ. അവള് ശരിക്കും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നാങ്തിങ് പോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവള് വീണ്ടും ലാപ്ടോപ്പിന്റെ മുന്നിൽ വന്നോ ഇരുന്നുകൊണ്ട് നാങ്തിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പീച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എന്തോ ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് അവൾ സ്പീച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലായി ഇതുവരെ സിയാവോ ഉറങ്ങാതെ സ്പീച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരം വെളുത്തിട്ടും അവളിപ്പോൾ ലാപ്ടോപ്പിന്റെ മുന്നിലാണ്, ആകെ ക്ഷീണിച്ചിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവൾ അത് തയ്യാറാക്കി എടുക്കുകയും ചെയ്തു. നാങ്തിങ്ങും സിയാവും കൂടി ആ പ്രോഗ്രാം എവിടെയാണ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അതൊരു ഏവിയേഷന്റെ കോളേജ് ആയിരുന്നു. സിയാവ് നാങ്തിങ്ങിന്റെ കയ്യിൽ എന്തായാലും നീ തയ്യാറാക്കിയ സ്പീച്ചിന്റെ പെൻഡ്രൈവ് തായോ എന്ന് പറഞ്ഞാൽ ആ പെൻഡ്രൈവ് വാങ്ങിക്കൊണ്ട് സ്റ്റേജിൽ ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കൂലേ, അങ്ങനെ കാണിക്കാനായിട്ട് അവിടെ ഒരു ടീമിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവള് ശരിക്കും കൊടുത്തത് നാങ്തിങ് തന്ന ആ പെൻഡ്രൈവ് ആയിരുന്നില്ല, ഇവള് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയായിരുന്നല്ലോ ആ പെൻഡ്രൈവ് ആണ് കൊടുത്തിരുന്നത്. അത് പക്ഷേ നാങ്തിങ്ങിന് അറിയില്ലായിരുന്നു സിയാവിന്റെ പെൻഡ്രൈവ് ആണ് ഇപ്പൊ പ്ലേ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞ് നാങ്തിങ് എന്ന് വെച്ചാൽ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ പെട്ടെന്ന് അവൻ സ്ക്രീനിൽ കാട്ടിയ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇവൻ പ്രിപ്പയർ ചെയ്ത് വന്നതല്ല. ഇവൻ ഞെട്ടിക്കൊണ്ട് ഓഡിയൻസിന്റെ സീറ്റിലിരിക്കുന്ന സിയാവിനെ തുറച്ചെന്ന് നോക്കുന്നുണ്ട്. സിയാവ് അപ്പോൾ കോൺഫിഡൻസ് ഒക്കെ നൽകിയിട്ട് നീ പൊളിക്കും സൂപ്പറാക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാങ്തിങ് ഉള്ള കോൺഫിഡൻസ് ഒക്കെ എടുത്തുകൊണ്ട് സിയാവ് ഡയലോഗ് വരെ അവിടെ ഒരു മോണിറ്ററിൽ കാണിച്ചിരുന്നു. ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ എഴുതിയതാണ് അത് ഫുള്ള്. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗും ഒക്കെ സ്ക്രീനിൽ തെളിയണതും ഒക്കെ അവൾ എഴുതിയതായിരുന്നു. സംഭവം തുടക്കത്തിൽ നാങ്തിങ്ങിന് കുറച്ച് ദേഷ്യം വന്നെങ്കിലും ഓഡിയൻസിന് എല്ലാവർക്കും അത് ഇഷ്ടമായി. കോമഡി രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടമാവാണ് ചെയ്തത്. അതുകൊണ്ട് നാങ്തിങ്ങിന് ഭയങ്കര സന്തോഷമാവണ്ടേ. അങ്ങനെ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളായ സ്റ്റുഡൻസിനോട് അവൻ പറയുന്നുണ്ട് കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുക്കണം, എന്തുകൊണ്ട് ഫീമെയിൽ പൈലറ്റിന് എടുത്തോടാ എന്നൊക്കെ പറഞ്ഞ് ഫീമെയിൽ പൈലറ്റിനെ എയർപോർട്ടിലേക്ക് എടുക്കണം എന്നുള്ള അർത്ഥത്തിൽ നാങ്തിങ് സംസാരിക്കുന്നുണ്ട്. അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് സിയാവും നാങ്തിങ്ങും കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാങ്തിങ് ചിരിച്ചോണ്ട് സിയാവിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. നാങ്തിങ് ഇവളുടെ മുഖം കണ്ടപ്പോഴേ പറഞ്ഞിരുന്നു നീ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അല്ലേന്ന്. പക്ഷെ സിയാവോ ആ ടൈം അതൊന്നും സമ്മതിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നാങ്തിങ് ഉറപ്പിച്ച് പറയാണ് എന്തായാലും ഇതൊക്കെ നീ ഉണ്ടാക്കാൻ നിന്ന കാരണം നീ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ് പറയാം. ഇത്രയൊക്കെ സഹായം ചെയ്തിട്ട് നാങ്തിങ് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കൂലേന്ന്
സിയാവോ ചോദിക്കുമ്പോൾ അവന് ഇന്ന് രാത്രി എനിക്ക് അമ്മയുടെ ഒപ്പം ഡിന്നർ കഴിക്കണം, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പൊക്കോ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ് നാങ്തിങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നാങ്തിങ് അതിന്റെ ഇടയിൽ സിയാവോന് അമ്മയുടെ അടുത്തേക്ക് അവന്റെ ഒപ്പം വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കുറച്ച് ജാടിട്ടോണ്ട് സിയാവോ അല്ല ശരി ഞാൻ പോവാ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നാങ്തിങ് അമ്മയുടെ അടുത്ത് ചെന്നേക്കാണ്. എന്ന് വെച്ചാൽ നാങ്തിങ്ങിന്റെ സ്പീച്ച് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞതൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഏറ്റെടുത്തു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അമ്മയും ആ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ സിയാവോനെ കാണുന്നുണ്ട്. സിയാവോ നാങ്തിങ്ങിനെ നോക്കുന്ന രീതി നമുക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് എന്താണ് എന്തോ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നാങ്തി ചിരിച്ചോണ്ട് അമ്മ വിചാരിക്കണ പോലെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു പോവാണ്. അതിന് ഞാനെന്ത് വിചാരിച്ചതാ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നാങ്തിങ്ങിനെ പിന്നെ പ്രത്യേകിച്ച് മറുപടി ഒന്നും ഉണ്ടായില്ല. അവൻ ചിരിച്ചോണ്ട് പാത്രം ഇങ്ങനെ തുടച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മ വന്ന് നാങ്തിങ്ങിനെ ഉപദേശിക്കുന്ന പോലെ യൂയി നിന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു ശരിയാ, പക്ഷെ അവളെ നീ മറക്കണം, അവള് നല്ല കുട്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നാങ്തിങ്ങിന്റെ മൂഡ് അങ്ങനെ പോവാണേ. അവനക്ക് ഭയങ്കര സങ്കടം വരാണ്. അവൻ പാത്രം തുടക്കണ വരെ അവിടെ നിർത്തി. അതാലോചിച്ചിട്ട് നാങ്തിങ്ങിന് ഈ രാത്രി ഉറക്കുണ്ടായിരുന്നില്ല. അവൻ ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാങ്തിങ്ങിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആ സ്പീച്ച് കണ്ടിട്ട് ഇഷ്ടമായിട്ട് എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എടുത്ത് നോക്കാനുള്ള ടൈം അവനക്ക് ഉണ്ടായിരുന്നില്ല. അവൻ ഇതിന്റെ ഒരു മൂഡ് ഔട്ടിലായിരുന്നു. പിന്നെ അവനും അവന്റെ ആ സ്പീച്ചിന്റെ വീഡിയോ എടുത്ത് കാണുമ്പോൾ സിയാവോനെ സൂം ചെയ്തൊക്കെ അവൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ അമ്മ പറഞ്ഞ ജീവിതത്തിൽ ഒരാളോട് മാത്രമേ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടം തോന്നുള്ളൂ, അങ്ങനെ ഒരാൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും വിട്ട് കളയരുതെന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് മനസ്സിലാലോചിക്കുന്നുണ്ട്. നാങ്തിങ്ങിന്റെ ഈ വീഡിയോ വൈറൽ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ സോങ്ങും ഷിയാസിയും യാഹനും കൂടി ആ വീഡിയോ ഇരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. ഷിയാസിനോട് സോങ് നീ ഇപ്പൊ ഒരു വലിയ സെലിബ്രിറ്റി അല്ലേ, അപ്പൊ നീയും ഇതിന് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ അവള് ഞാൻ സിയാവോനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നല്ല ഇത് ചെയ്യുന്നത്, നാങ്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ് എന്തോ ഒക്കെ പോസ്റ്റ് ഇടുന്നുണ്ട്. ആ ടൈമിലാണ് യാഹൻ നാങ്തിങ്ങിന്റെ ഒപ്പം സിയാവോ ഉള്ളതും സിയാവോ നാങ്തിങ്ങിനെ നോക്കുന്ന നോട്ടത്തില് വേറെ എന്തോ ഒരു അർത്ഥം ഉണ്ടെന്നും അവൾക്ക് മനസ്സിലായിട്ട് അവൾ ഭയങ്കര സങ്കടത്തിലാവുന്നത്. നാങ്തിങ്ങിന്റെ ഈ വീഡിയോ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം ജിയാങ് അറിയും. ജിയാങ് തീരുമാനിക്കുകയാണ് അടുത്ത വർഷത്തേക്ക് കമ്പനിക്ക് എടുക്കാൻ പോകുന്ന പൈലറ്റിന്റെ ലിസ്റ്റുകൾ ആദ്യമേ തന്നെ പുറത്തേക്ക് വിടാന്നുള്ളത്. അതായത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എടുക്കുന്നതെന്നുള്ളത് അത് വേഗം വിട്ടാലേ നാങ്തിങ്ങിന് ഇനി ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് തന്നെ ജിയാങ് അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഫീമെയിൽ പൈലറ്റിനെ കമ്പനിക്ക് എടുക്കാനും പറ്റില്ല. നാങ്തിങ് ലിഫ്റ്റിലാണെന്ന് വെച്ചാൽ സിയാവോനോട് ഇങ്ങനെ മെസ്സേജ് അയച്ച് വരുന്ന ടൈമിലാണ് ജിയാങ് വന്ന അവന്റെ തോളി തട്ടിയിട്ട് ഞാൻ വീഡിയോ കണ്ടു, എന്തായാലും വീഡിയോ സൂപ്പർ ആയിട്ടുണ്ട്, എന്തായാലും ഫീമെയിൽ പൈലറ്റിന് എടുക്കേണ്ട കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ പറ്റുന്ന വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ നാങ്തിങ് തന്നെ സന്തോഷത്തോടുകൂടി ജിയാങ്ങിനോട് ആണോ അപ്പൊ നമുക്ക് അടുത്ത വർഷത്തെ റിക്രൂട്ട്മെന്റിന് ഫീമെയിൽ പൈലറ്റിനെ എടുത്താലോ എന്ന് ചോദിക്കും. ജിയാങ് അയ്യോ അതെന്തായാലും പറ്റില്ല, അതെന്തായാലും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൽ ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് കുശുമ്പോടുകൂടി ഭയങ്കര അഹങ്കാരത്തോടുകൂടി ജിയാങ് നാങ്തിങ്ങിനെ നോക്കിക്കുമ്പോൾ നാങ്തിങ്ങിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. നാങ്തിങ് അപ്പോൾ തന്നെ സിയാവോക്ക് സോറി പറഞ്ഞിട്ട് നമ്മൾ പ്രയത്നിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് നടന്നില്ല, ആണുങ്ങളെ മാത്രമേ പൈലറ്റ് ആയിട്ട് എടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം പബ്ലിഷ് ചെയ്തു എന്ന് പറയാണ്. അത് കേട്ടിട്ട് സിയാവോനും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പക്ഷെ ഇതറിഞ്ഞ സിയാവോന്ന് വെച്ചാൽ വെറുതെ ഇരിക്കല്ലേ ചെയ്ത് അവൾ നേരെ ഓടി ചെല്ലുന്നത് സൂവിന്റെ അടുത്തേക്കാണ്. സൂവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൾ എന്തോ ഒരു വീഡിയോ ഒക്കെ കാട്ടിയിട്ട് അവൾ നാങ്തിങ്ങിന്റെ ആ വീഡിയോ ഒക്കെ കാട്ടിയിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഒപ്പീനിയൻ ഫീമെയിൽ പൈലറ്റിനെ എടുക്കുന്നതാണ് നല്ലതെന്നുള്ളത് സൂവിന് കാട്ടി കൊടുക്കുന്നുണ്ട്. സൂക്കും അത് ശരിയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ തന്നെ സൂ നാങ്തിങ്ങിനോട് വൈകിട്ടുള്ള മീറ്റിംഗിൽ അവനോട് പങ്കെടുക്കാൻ പറയുന്നുണ്ട്. നാങ്തിങ്ങിന് പക്ഷെ സിയാവ് പോയി കണ്ടതൊന്നും അറിയില്ലല്ലോ, അവന് ഒരു പ്രതീക്ഷയും ഇല്ലാണ്ടാണ് ആ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. നേരെ വന്നിട്ട് നമ്മ എല്ലാവരുടെയും കൂടി തീരുമാനം അനുസരിച്ചിട്ടാണ് ഫീമെയിൽ പൈലറ്റിനെ കമ്പനിക്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഭൂരിപക്ഷ തീരുമാനവും ഫീമെയിൽ പൈലറ്റിനെ വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാങ്തിങ്ങിന്റെ പ്രയത്നം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഫീമെയിൽ പൈലറ്റിനെ റിക്രൂട്ട് ചെയ്യാന്ന് സൂ പറയുമ്പോൾ ജിയാങ്ങിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയാണ് ഇപ്പോൾ ഓൾറെഡി എന്തായാലും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി എന്തായാലും മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സൂ ഭയങ്കര ഗൗരവത്തിൽ അതെന്തായാലും മാറ്റിക്കോ, അത് റീകോൾ ചെയ്തിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാന്ന് പറയാണ്. അതുപോലെ തന്നെ നാങ്തിങ്ങിനെ ഡെപ്യൂട്ടി മിനിസ്റ്റർ എന്നുള്ള ആ ഒരു പോസ്റ്റ് നിന്ന് മാറ്റിയിരുന്നില്ലേ, സൂ പറയാണ് ആ ഒരു പോസ്റ്റ് നാങ്തിങ്ങിന് തന്നെ തിരിച്ചു കൊടുക്കണം, അവൻ നല്ല പെർഫോമൻസ് തന്നെയാണ് ചെയ്തതെന്നും പറയുന്നുണ്ട്. ഇപ്പൊ നാങ്തിങ്ങിന് രണ്ട് സന്തോഷമാണ് കിട്ടിയേക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഫീമെയിൽ പൈലറ്റിനെ റിക്രൂട്ട് ചെയ്യാനുള്ള അനുമതിയും ലഭിച്ചു, അവനക്ക് തിരിച്ച് അവന്റെ സ്ഥാനത്തേക്ക് വരാനും പറ്റി. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് മാനേജർ നീക്കി ഭയങ്കര സന്തോഷമായിട്ട് നാങ്തിങ്ങിനോട് ഇന്ന് രാത്രി നമുക്ക് എന്തായാലും ഒന്നിച്ച് ഫുഡ് കഴിക്കാം, നമുക്ക് സന്തോഷമായിട്ട് പിരിയാന്ന് പറയുമ്പോൾ നാങ്തിങ്ങും അതിനെ സമ്മതിക്കുന്നുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി വെച്ചേക്കല്ല സിയാവോ. ഇപ്പോൾ സിയാവോ നാങ്തിങ്ങിന്റെ ഓഫീസ് റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. സിയാവോനോട് ഭയങ്കര സന്തോഷത്തോടുകൂടി വന്ന് നാങ്തിങ് പറയാണ് എന്തായാലും സന്തോഷ വാർത്ത ഉണ്ട്, പെൺ പൈലറ്റിനെ കമ്പനിക്ക് എടുക്കാന്ന് തീരുമാനിച്ചെന്ന് പറയാണ്. സിയാവോക്ക് നല്ല സന്തോഷം അപ്പൊ തന്നെ ആവുന്നുണ്ട്. നാങ്തിങ് അപ്പോൾ ഒന്ന് പറയലോടുകൂടി വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ സിയാവോ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കാണ്. നാങ്തിങ് അപ്പൊ അല്ലെങ്കിൽ വേണ്ട ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോകാൻ പോകുമ്പോൾ നാങ്തിങ്
നാങ്തിങ്ങിന്റെ കയ്യിൽ പിടിച്ചിട്ട് സിയാവോ പറയെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അപ്പൊ നാങ്തിങ് എന്നെ ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിട്ട് തിരിച്ചെടുത്തെന്നും സന്തോഷത്തോടുകൂടി പറയുമ്പോൾ സിയാവോ ഭയങ്കര സന്തോഷത്തോടുകൂടി കുപ്പി എടുത്ത് കാട്ടുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇതെനിക്ക് ഓൾറെഡി ആദ്യമേ എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത എന്തായാലും ഉണ്ടാവുന്നു, അതുകൊണ്ട് ഞാനിത് മുൻകൂട്ടി വാങ്ങിയതാ. എന്തായാലും ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊന്നും ഇന്ന് രാത്രിയോ അതെന്തായാലും നടക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സിയാവോ ഞാൻ ഇത്ര നിങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ലേ, എന്നിട്ടെന്താ നടക്കാത്തേ, പ്ലീസ് എന്ന് പറയുമ്പോൾ ഓക്കെ എന്നാൽ നിന്നെ സോങ്ങിനെ ഇന്ന് രാത്രി ഞാൻ ഡിന്നറിന് വിളിച്ചേക്കുന്നെന്ന് പറയാണ് സിയാവോ. അപ്പോൾ സന്തോഷത്തോടുകൂടി ഓക്കെ ഞാൻ ഈ സോങ്ങിനോട് പറയട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചാടിത്തുള്ളി പോകുന്നുണ്ടേ. സോങ് ഇതറിഞ്ഞതും അവനും ഭയങ്കര സന്തോഷത്തോടുകൂടി ശ്വാസം മുട്ടിക്കൊണ്ടാണ് ഷിയാസിയുടെ അടുത്തേക്കും യാഹാന്റെ അടുത്തേക്കും പോകുന്നത്. ഷിയാസി അപ്പോൾ അവളുടെ തീറ്റയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. സോങ് പറയുന്ന ഒന്നും കേൾക്കാതെ നിൽക്കുമ്പോൾ അവൻ ടിവിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ പുറകിലൊന്ന് കേൾക്ക് ഞാനിങ്ങനെ ഡെപ്യൂട്ടി മിനിസ്റ്റർ ആക്കി തന്നെ തിരിച്ചെടുത്തു, പിന്നെ ഫീമെയിൽ പൈലറ്റിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. യഹാൻ അപ്പം തന്നെ നാങ്തിങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്, നാങ്തിങ് നിങ്ങൾ ഡെപ്യൂട്ടി മിനിസ്റ്റർ തന്നെ ആയില്ലേ, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ടൈം സോങ് അവിടെ പറയുന്നത് കേട്ടു സോങ്ങിനെയും സിയാവോനെയും ഡിന്നറിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. യഹാൻ ഈ മെസ്സേജ് അയച്ച ടൈമിലാണെന്ന് വെച്ചാൽ സോങ് കാർ പാർക്കിംഗ് ഏരിയ നിൽക്കുകയാണ്. സിയാവോ ഇവൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഒളിച്ചും ഭാഗത്ത് നിന്ന് നോക്കുന്നുണ്ട്. യാഹാൻ സോങ് പറഞ്ഞത് ഇത് കേട്ടതും നാങ്തിങ്ങിനോട് നമുക്ക് ഇന്ന് രാത്രി ഒന്നിച്ച് ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ നാങ്തിങ് അപ്പോൾ തന്നെ സോറി ഇന്നെന്തായാലും പറ്റില്ല, നമുക്കൊരു വേറെ ദിവസം നോക്കാമെന്ന് പറഞ്ഞ് ആ ചാറ്റ് അവിടെ ഒഴിവാക്കുകയാണ്. യാഹാൻ അത് കേട്ടതും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അതുപോലെ തന്നെ കാറിൽ കയറിയിരുന്ന നാങ്തിങ് എന്ന് വെച്ചാൽ മാനേജർ നീക്കി കോൾ ചെയ്തിട്ട് ഇന്നെന്തായാലും വേറൊരു മീറ്റിംഗ് ഉണ്ട് എനിക്ക്, അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടെന്ന് സിയാവോ ഓടി വന്നിട്ട് എന്നാലും നാങ്തിങ് എനിക്ക് വേണ്ടിയിട്ട് അല്ല എനിക്കും സോങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു ഡിന്നർ ക്യാൻസൽ ചെയ്തൂല എന്ന് പറഞ്ഞ് അവൾ കാറിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്. നാങ്തിങ് ഇപ്പോൾ സിയാവോനെയും അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി കൊടുക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് മാനേജർ നീയാണ്, ഒരു കാര്യം ചെയ്താലോ നമുക്ക് മാനേജർ നീനെയും കൂടി ഡിന്നറിന് ക്ഷണിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ സിയാവോ അയ്യോ വേണ്ട ഇന്ന് ഞാനും നിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞതും നാങ്തിങ് അവളൊരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പം തന്നെ അവളെ തിരുത്തിക്കൊണ്ട് പിന്നെ സോങ്ങും എന്ന് പറഞ്ഞു. ഞാനെന്തായാലും സോങ്ങിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഫോണിൻ്റെ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി വെക്കുന്നുണ്ട്.